കർത്താവിന് മഹത്വം. प्रभु का नाम को महिमा मिले। ഒരവസരം കൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. एक और अवसर प्रभु ने हमारे जीवन में दान दिया। അവൻ്റെ വചനം നമുക്ക് ആഹാരമാണ്. प्रभु का वचन हमारे लिए भोजन है। നമുക്ക് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് ചില ഉപമകൾ പറയുന്നുണ്ട്. मत्ती के सुसमाचार 13 अध्याय में प्रभु यीशु मसीह कई दृष्टांतों को बताता है। പലപ്പോഴും നമ്മളത് കാര്യങ്ങൾ പഠിച്ചിട്ടുമുണ്ട്. हम लोग कई बार इस वचन को ध्यान भी किया है। 13-ാം അധ്യായം 44-ാം വാക്യത്തിൽ जब 13 अध्याय का 44 वचन में സ്വർഗരാജ്യത്തെ സാദൃശ്യപ്പെടുത്തി പറയുമ്പോൾ स्वर्ग राज्य की दृष्टांत में जब कहता है വയലിൽ ഒളിച്ചു വെച്ച ഒരു നദിയോട് സാദൃശ്യം എന്ന് പറയുന്നു. वहाँ पर हम जब देखते हैं कि खेती में छिपे हुए एक धन का बारे में बोलता है। അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ ദേവദാസന്മാർ വിവിധ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. इसके बारे में कई प्रभु का दास लोग कई प्रकार का उनका ओपिनियन बोलता है। അവന് ഉപമ പറയാൻ വാ തുറന്നു, വളരെ ഗൂഢമായ കാര്യങ്ങൾ സംസാരിച്ചു എന്നൊക്കെയുള്ള സങ്കീർത്തനത്തിലെ ഒരു പ്രവചന നിവൃത്തി കൂടിയാണ് ഈ ഉപമകൾ. क्योंकि प्रभु अपने मानव दृष्टांतों को बोलने के लिए मुंह खोला, उसका एक बात भी ये बात भी है। നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവദൃഷ്ടിയിൽ സഭ എത്രത്തോളം മൂല്യമുള്ളതാണ് എന്നതിനെ ആസ്പദമാക്കിയാണ് കർത്താവ് ഈ കാര്യം പറയുന്നത്. हम लोग जो भी विचार करता है ये इस रीति में विचार करता है कि परमेश्वर की दृष्टि में मंडली कितना मूल्यवान है, वो बात को हम महत्व देता है। അവിടെ ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. और वहाँ पर वो एक मनुष्य करके जो बोला है वो प्रभु यीशु मसीह। 13-ാം അധ്യായം 38-ാം വാക്യത്തിലുണ്ട് വയൽ ലോകമാണ്. मतलब उसी 13 अध्याय का 38 वचन में हम देखते हैं कि वो जो खेती जो है वो दुनिया है। ലോകം ഒരിക്കലും ദൈവദൃഷ്ടിയിൽ നല്ലതല്ല, കാരണം ദുഷ്ടലോകത്തിൽ നിന്നും നമ്മളെ വിടുവിക്കാൻ കർത്താവ് വന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. मतलब ये दुनिया कभी भी अच्छा नहीं, क्योंकि प्रभु हमें इस दुष्ट संसार से छुड़ाने के लिए आया करके हम वचन में पढ़ता है। എന്നാൽ ഈ ദുഷ്ടലോകത്തിൽ സാത്താൻ ഭരിക്കുന്ന ലോകത്തിൽ ദൈവം വിലപ്പെട്ട ഒന്നിനെ കണ്ടെത്തുന്നു. परंतु इस दुष्ट संसार में परमेश्वर ने एक मूल्यवान बात को पाता है। സാധാരണ മതങ്ങളിലെല്ലാം മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. साधारण रीति में हम उन हरेक धर्मों में अगर हम देखते हैं तो मनुष्य माने परमेश्वर को खोज में है, ढूंढ में है। എന്നാൽ ക്രിസ്ത്യാനിത്വം അങ്ങനല്ല. परंतु मसीहत ऐसा नहीं। ഒരു പാപിയെ അന്വേഷിക്കുന്ന ദൈവത്തെയാണ് ആദ്യം നമുക്ക് വെളിപ്പെടുത്തിയത്. हम बाइबल में देखते हैं कि बाइबल एक पापी को ढूंढने वाला एक परमेश्वर को देखता है। തീർച്ചയായും ദൈവം ഒരു മനുഷ്യനെ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ പിന്നെ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്. एक व्यक्ति प्रभु को पाने के बाद में वो व्यक्ति वापस प्रभु को ढूंढता है। എന്നാൽ പാപിയുടെ ആദ്യത്തെ അവസ്ഥ ദൈവത്തെ അന്വേഷിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യമല്ല, കാരണം അവൻ പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചവനാണ്. परंतु एक पापी की अवस्था अगर बोलेगा तो वो कभी भी पहले प्रभु को नहीं ढूंढता, क्योंकि वो पाप और अधर्म के कारण मरे हुए। അവൻ ദൈവം നല്ലവനാണെന്നുള്ള ഒരു രുചി അവനില്ല. क्योंकि परमेश्वर भला है ये बात का उसको चेक करके जानकारी नहीं। എന്നാ ദൈവം നല്ലവനാന്ന് രുചിച്ചാൽ പിന്നെ ദൈവത്തെ തന്നെ അന്വേഷിക്കും. परंतु अगर प्रभु भला है करके चक्कर जानेगा तो वो व्यक्ति जरूर प्रभु को ही ढूंढेंगे। ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിലെ 3 ഉപമകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ 100 ആടുള്ള ഒരു ഇടയൻ ഒരു ആട് നഷ്ടപ്പെട്ടപ്പോൾ ആ ആടിനെ അന്വേഷിച്ചു പോകുന്ന ഒരു ഇടനെ നമ്മൾ കാണുന്നു. जब लूका का सुसमाचार 15 अध्याय में जब हम भेड़ को खोया हुआ भेड़ को ढूंढ कर जाने वाला एक अच्छा चरवाह के बारे में हम देखता है। പിന്നീട് 10 ബ്രഹ്മയുള്ള ഒരു സ്ത്രീ ഒന്ന് കാണാതെ പോയപ്പോൾ ആ സ്ത്രീ ആ ബ്രഹ്മ അന്വേഷിക്കുന്നു. फिर एक 10 सिक्का जिसके पास था उसमें से एक खो गया तो वो ढूंढने वाला एक स्त्री के बारे में हम देखता है। പിന്നെ 2 മക്കളുള്ള ഒരു അപ്പൻ ഒരു മകൻ നഷ്ടമായപ്പോൾ ആ മകനെ അന്വേഷിക്കുന്നു. और आखिर में हम देखते हैं कि जिसका 2 बेटा था वो बेटा उसमें एक खो गया, पर उसके बारे में पढ़ते हैं। ഈ 3 ഉപമകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നഷ്ടപ്പെട്ട പാപിയെ ദൈവമാണ് അന്വേഷിക്കുന്നത്. यहाँ पर ये तीनों दृष्टांत से हम लोग ये बात को देख सकते हैं कि जो खो गया था उसको प्रभु ढूंढता है। ഉത്തമഗീതം ആരംഭിക്കുന്നത് പ്രിയനെ അന്വേഷിക്കുന്ന ഒരു പ്രിയയെ കുറിച്ചാണ്. श्रेष्ठ गीत जब शुरू होता है तो प्रिय को चाहने वाला एक प्रिय के बारे में। അവിടെ ആദ്യം നമ്മൾ കാണുന്നുണ്ട് ആ പ്രിയൻ ആ പ്രിയയായ സഹോദരിയെ കഴുത്തിൽ ചുംബിക്കുന്നു. और हम पहले ही देखते हैं कि मतलब प्रियतमा को प्रिय बहुत उसको प्यार करता है, उनका गले में चुंबन देता है। എന്നിട്ട് പറയുകയാണ് നിന്റെ നാമം പകർന്ന തൈലത്തേക്കാൾ ശ്രേഷ്ഠമാണ്. और बोलता है कि तेरा नाम जो है वो उंडेले हुए उस मूल्यवान तेल से भी बेहतर है।
എന്നിട്ട് പറയുകയാണ് ഞങ്ങളെ നിന്റെ പിന്നാലെ വലിക്കാം. और तुम हमें अपने पीछे खींचो. അപ്പോൾ പ്രിയന്റെ സ്നേഹം മനസ്സിലാക്കിയ ഈ പ്രിയപ്പെട്ട സഹോദരി പ്രിയനെ അന്വേഷിക്കുന്നതാണ് ഉത്തമഗീതം. जब जिसने प्रेम को जाना वो बाद में उसको खोजते रहता है. इसके बारे में हम श्रेष्ठ गीत में देखता है. എന്നാൽ മുകളിലത്തെ ചരിത്രം പ്രിയയെ അന്വേഷിക്കുന്ന ഒരു പ്രിയൻ. परंतु उसे पहले का चरित्र जो प्रिय को ढूंढने वाला एक प्रिय है. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് സഭ കർത്താവ് അന്വേഷിച്ച് കണ്ടെത്തിയ വലിയൊരു നിക്ഷേപമാണ്. क्योंकि यहाँ पर हम जो देखता है मंडली जो है परमेश्वर ढूंढ करके पाया हुआ एक बात है. പഴയ നിയമത്തോടുള്ള ബന്ധത്തിലാണെങ്കിൽ നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ പുറപ്പാട് പുസ്തകം 19:5 നമ്മൾ വായിക്കുന്നു. जब निर्गमन का किताब में भी हम देखते हैं तो निर्गमन किताब 19 अध्याय का 5 वचन में हम देखता है. निर्गमन 19 का 5. इसलिए अब यदि तुम निश्चय मेरे मानोगे और मेरे वाचा का पालन करोगे तो सब लोगों में से तुम ही मेरी निज धन ठहरोगे. समस्त पृथ्वी तो मेरी है. അവിടെ കർത്താവ് പറയുകയാണ് നിങ്ങൾ ഭൂമിയിൽ എന്റെ സമ്പത്തായിരിക്കും. मतलब तुम लोग इस दुनिया में मेरी संपत्ति है. ഈ മുഴു പ്രപഞ്ചത്തിലും ഇസ്രായേൽ എന്റെ സമ്പത്താണ്. मतलब इस सारी दुनिया में इसराइल मेरा निज धन है. നമുക്കറിയാം. എന്നാൽ ഇസ്രായേൽ ആ ഒരു സമ്പത്തിന്റെ ആവിഷ്കാരത്തിന് വേണ്ടി നിന്നില്ല. അവർ വീണുപോയതായി നമ്മൾ കാണും. परंतु हम देखते हैं कि इसराइल परमेश्वर का उस निज धन ठहरने लायक बना नहीं रहा, वो गिर गया करके हम देखते हैं. പിന്നെ പിന്നെയും നമ്മൾ 135 സങ്കീർത്തനം 4 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ നിക്ഷേപമായിരിക്കുന്ന അവിടെ. जब 135 भजन संहिता का 4 वचन में हम देखते हैं कि परमेश्वर के लोग परमेश्वर के लिए एक गुप्त धन है करके हम देखते हैं. यहाँ ने तो याकूब को अपने लिए चुना है, अर्थात इस्राएल को अपना निज धन होने के लिए चुन लिया है. ഞാൻ തിരഞ്ഞെടുത്ത ധനം. मैंने चुना हुआ निज धन. പിന്നെ നമ്മൾ മലാക്കി 3:17 ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുകയാണ്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസം എൻ്റെ ജനം എനിക്കൊരു ജുവൽ, എനിക്ക് വിശേഷമായ ഒരു നിക്ഷേപമാണ്. जब मलाकी की किताब में 3 अध्याय का 17 वचन में इसराइल के बारे में बोलता है कि वो मेरे लिए एक बहुत बड़ा एक बहुमूल्य धन है, एक मैंने इकट्ठा किया हुआ एक बहुमूल्य धन है. इस रीति में कहता है. ഇങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ ദൈവത്തിന്റെ നിക്ഷേപമാണ്, ദൈവത്തിന്റെ ധനമാണ്, ദൈവം അന്വേഷിക്കുന്ന ദൈവത്തിന്റെ സമ്പത്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളെ വീണ്ടെടുത്തതും നമ്മളെ സ്നേഹിച്ചതുമായ ആ ധന്യതയെ ഓർക്കുമ്പോൾ ഈ വയലിൽ ഒളിച്ചു വെച്ച ആ നിധി ആരാണ്? സഭ തന്നെയാണ്. मतलब इसका मतलब भिन्न भिन्न प्रकार हम यहाँ पर जितना भी लोग बात पढ़ा है, इन सारे बातों में प्रभु के चुने हुए लोग प्रभु के लिए कौन है? प्रभु का निज भाग है, मैं निज धन है, श्रेष्ठमान धन है. इस रीति में हम देखता है. തീർച്ചയായിട്ടും സഭ കർത്താവിനെ അന്വേഷിക്കണം. जरूर मंडली प्रभु का खोज करना चाहिए. പക്ഷെ കർത്താവിനെ അന്വേഷിക്കുക, സ്നേഹിക്കുക എന്നൊക്കെ ഇതിന്റെ തീവ്രത കർത്താവ് നമ്മെ അന്വേഷിച്ചതും നമ്മളെ സ്നേഹിച്ചതിന്റെ ആഴം അറിയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. जब हम प्रभु को ढूंढने का या प्रभु को प्रेम करने का मापदंड जो है, वो प्रभु ने जितना हमसे जो प्रेम किया वो प्रेम को जानने के ऊपर हमारा काम है. അപ്പൊ നമ്മൾ നേരത്തെ ഇസ്രായേലിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 19:5 വായിച്ചതുപോലെ നിങ്ങൾ എനിക്ക് സമ്പത്തായിരിക്കും എന്ന് പറയുമ്പോൾ അതിനെ വിശേഷിച്ച് സഭ ദൈവത്തിന്റെ സമ്പത്ത് എന്ന് പറയുമ്പോൾ ഒരു വിശേഷണം ചേർത്തിട്ടുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായം അതിന്റെ 28 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ जब हम निर्गमन का किताब 19 अध्याय का 5 वचन में मतलब यहूदियों के बारे में या इसराइल के बारे में कहा है कि वो मेरा नीच प्रजा रहेगा, परंतु मंडली के बारे में जब हम प्रेरितों का 20 अध्याय का 28 वचन में जब पढ़ता है तो थोड़ा उसमें और भी एक कुछ बात खास करके उड़ा कर कहता है, वो हम पढ़ेंगे 20 अध्याय का 28 वचन में. इसलिए अपनी और पूरे जीवन की चौकसी करो जिसमें पवित्र आत्मा ने तुम्हें अध्यक्ष ठहराया है कि तुम परमेश्वर की कलीसिया की रखवाली करो जिससे उसने अपने लहू से मोल लिया है. ഓക്കെ, ദൈവത്തിന്റെ രക്തം എന്നാൽ ദൈവത്തിന്റെ രക്തമില്ല, यहाँ पर परमेश्वर का लहू का परमेश्वर को लहू नहीं, എന്നാൽ
ദൈവത്തിന് രക്തമെന്ന് പറയത്തക്കവണ്ണം തൻ്റെ പ്രിയപുത്രൻ മനുഷ്യനായി തീർന്ന് ആ മനുഷ്യത്വത്തിലുള്ള അവൻ്റെ ബഹുമൂല്യ ജീവന്റെ അടിസ്ഥാനമായ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് സഭ. इसका मतलब क्या है कि परमेश्वर को लहू नहीं, परंतु परमेश्वर ने अपना एकलौता पुत्र को ये दुनिया में मनुष्य बन करके मर भेजा और उसने अपनी पवित्र लहू बहाया. उस लहू के द्वारा खरीदा हुआ लोग है प्रभु का मंडली. അപ്പൊ സഭ എന്ന് പറയുമ്പോൾ ഇത് ദൈവഹൃദയത്തിൽ വളരെ ഗുപ്തമായി ദൈവം സൂക്ഷിച്ചു വെച്ച ഒരു വലിയ മർമ്മമാണ് സഭ. मंडली क्या है ये जानना जरूरी बात है. मंडली परमेश्वर ने अपने हृदय में छिपा कर रखा हुआ एक भेद की बात है. അപ്പോൾ ഈ ഇത്രയും വലിയൊരു രക്തം നമ്മൾ 1 പത്രോസ് 1:19 വായിക്കുമ്പോൾ നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്നെ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവ നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. അപ്പൊ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ രക്തമാണ് ഭൂമിയിൽ വിലയേറിയത്. ആ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ സഭ ദൈവത്തിന് വലിയ നിക്ഷേപമാണ്, വലിയ മൂല്യതയുള്ളതാണ്. देखिए यहाँ पर हम पहला पत्रोस पहला अध्याय का 19 वचन में हम पढ़ता है कि परमेश्वर ने अपने पुत्र का बहुमूल्य लहू के द्वारा खरीदा है, इसलिए प्रभु का दृष्टि में मंडली इतना मूल्यवान है. പഴയ നിയമത്തിൽ ഇങ്ങനൊരു ചോദ്യമുണ്ട്, മനുഷ്യനെ വീണ്ടെടുക്കാൻ ആർ കഴിയും? पुराना नियम में 49 भजन संहिता उसका 7 से 9 तक हम पढ़ता है तो मनुष्य को कौन छुटकारा दे सकता है, ऐसे एक सवाल है. ആർക്കും കഴിയുകയില്ല. किसी से भी नहीं हो सकता. കാരണം മനുഷ്യരുടെ ഇടയിൽ ആർക്കും കഴിയുകയില്ല. वो मनुष्य के बीच में से किसी से भी संभव नहीं करके वहां पर क्लियर लिखा है. ആ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന് വില കൊടുത്തുകൊണ്ടാണ് വീണ്ടെടുപ്പ് നടത്തുന്നത്. क्योंकि वो छुटकारा का दाम प्रभु को चुकाना है तो वो कोई नहीं कर सकता करके वहां पर लिखा है. കർത്താവ് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? മർക്കോസ് സുവിശേഷം 10:45 എന്താണ് വായിക്കുന്നത്? परंतु प्रभु यीशु मसीह दुनिया में आया, उसका उद्देश्य क्या है, उसका बारे में मरकुस का सुसमाचार 10 अध्याय का 45 वचन में हम क्या देखता है? क्योंकि मनुष्य का पुत्र इसलिए नहीं आया कि उसकी सेवा टहल की जाए, पर इसलिए आया कि आप सेवा टहल करे और बहुतों की छुड़ौती के लिए अपना प्राण दे. തന്റെ വിലയേറിയ രക്തം കൊടുത്ത് താൻ മറുവിലയായി തീരാൻ, നമ്മെ വിലയ്ക്ക് വാങ്ങാനാണ് ദൈവപുത്രൻ വന്നതെന്നാണ് വായിക്കുന്നത്. वहां पर हम पढ़ता है कि अपनी लहू दे करके मंडली को खरीदने के लिए आया करके हम वहां पर देखता है. അപ്പൊ മനുഷ്യർക്ക് ആർക്കും കഴിയാത്ത കാര്യം സാധിപ്പാനാണ് കർത്താവ് വന്നത്. इसका मतलब मनुष्य से कभी भी संभव नहीं ऐसा बात को पूरा करने के लिए प्रभु यीशु मसीह जगत में आया. അങ്ങനെ ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഈ സംഭവമാണ് സഭ. അത് കർത്താവ് രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ്. प्रियो, ये सिर्फ परमेश्वर से ही संभव है और ये कार्य को प्रभु ने अपने पुत्र की लहू के द्वारा किया है. ഇവിടെ കർത്താവ് നമ്മൾ വായിക്കുന്നു, ആ മനുഷ്യൻ അത് എന്ത് ചെയ്തു? അവൻ അത് മറച്ചു വെച്ചു. यहाँ पर हम उस खेती की बात पर हम देखते हैं कि उस मनुष्य ने क्या किया, उसको छिपा कर रखा. അതിന്റെ അർത്ഥം എന്താണ്? इसका मतलब क्या है? ലോക മനുഷ്യർക്ക് ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത രീതിയിലാണ് സഭയുടെ മർമ്മം. इसका मतलब दुनिया का कोई भी लोग नहीं जान सकता ऐसा रीति में मंडली का भेद है. ഈ ലോകത്തിലെ ശാസ്ത്ര ലോകത്തിന്, വൈദ്യശാസ്ത്രത്തിന്, പണ്ഡിത ലോകത്തിന്, തത്വശാസ്ത്രജ്ഞന്മാർക്കൊന്നും സഭയെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണെന്ന് അറിയില്ല. ये दुनिया का किसी प्रकार का ज्ञानवान व्यक्ति हो, इस साइंटिस्ट हो या मतलब दूसरे प्रकार किसी प्रकार का कोई ज्ञानी व्यक्ति हो, वो ज्ञानी व्यक्ति को इस बात का भेद नहीं समझ में आता. അപ്പം അവിടെ നമ്മൾ കർത്താവ് മത്തായിയുടെ സുവിശേഷം 11 അധ്യായത്തിൽ കർത്താവ് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ കർത്താവ് എന്ത് ചെയ്യുന്നത്? അവൻ ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് പിതാവിനോട് പറയുകയാണ്, പിതാവേ, നീ ഇത് ഈ ലോകത്തിലെ ജ്ഞാനികൾക്കും ഈ ലോകത്തിൽ മഹത്വമായിരിക്കുന്നവർക്ക് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. അപ്പൊ 2 കാര്യം ചെയ്യുന്നുണ്ട് അവിടെ. ഒന്ന്, ചിലർക്ക് മറച്ചു വയ്ക്കുന്നു, ചിലർക്ക് വെളിപ്പെടുത്തുന്നു. देखो यहाँ पर हम देखते हैं मत्ती के सुसमाचार 11 अध्याय में प्रभु यीशु मसीह पिता से कहता है कि प्रभु तुम ये ज्ञानियों से छिपा रहा और बच्चों को ये बात को प्रकट किया. അപ്പം കർത്താവ് കണ്ടെത്തിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്കും കർത്താവിന് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഇവനെ ഞാൻ വീണ്ടെടുത്തതാണ്. ആ വ്യക്തിക്കും അറിയാം എന്നെ കർത്താവ് വീണ്ടെടുത്തതാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ നിധി മറവല്ല. बोलने का मतलब क्या है कि जिस व्यक्ति को प्रभु ने चुना है वो व्यक्ति को भी मालूम और प्रभु को भी मालूम है कि मतलब मैं प्रभु का चुना हुआ है, तो वो व्यक्ति के लिए ये बात छिपा हुआ नहीं. മത്തായി സുവിശേഷം 7 അധ്യായത്തിൽ നമ്മൾ ചില അത്ഭുത അടയാളം ചെയ്യുന്നവരെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഞാൻ അവരെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം കർത്താവ് നിക്ഷേപമാക്കിയതിന്റെ കൂട്ടത്തിൽ അവരില്ല, കർത്താവ് അവരെ അറിയുന്നില്ല. എന്നാൽ ഇവരെ സംബന്ധിച്ചോളം അങ്ങനല്ല.
താൻ ആരെ നിക്ഷേപമായി കണ്ടെത്തിയോ അവരെ അവൻ അറിയുന്നു, അവൻ അവരെയും അറിയുന്നു. यहाँ पर हम देखते हैं कि मत्ती के सुसमाचार 7 अध्याय का 22-23 वचन में वहाँ पर बहुत से लोग मतलब प्रभु यीशु मसीह के नाम पर बहुत चिन्ह चमत्कार किया, बहुत कुछ किया, वो प्रभु को वो लोग बोल रहा है, लेकिन प्रभु उनको बोलता है कि मैं तुमको कभी नहीं जानता. और यहाँ पर हम देखते हैं कि जिसको प्रभु ने चुना है प्रभु उनको भी जानता है और चुने हुए लोग प्रभु को भी जानता है. നമ്മൾ ഗലാത്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ जब गलातियों का पत्री 5 अध्याय में जब आता है ഗലാത്യര് ചില ന്യായപ്രമാണത്തിന്റെ ചില തത്വങ്ങളിലേക്ക് പോയപ്പോൾ അവരെ ശാസിച്ച് ദൈവദാസൻ എഴുതുകയാണ്. जब गलातियों का मंडली के लोग उन लोग व्यवस्था की ओर जब चला गया तो उनको डांट करके यहाँ पर उस मंडली को प्रेषित पौलुस लिखता है. അവിടെ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. उसका 4 अध्याय का 9 वचन में हम पढ़ता है. ഇപ്പോഴോ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് ആ നിധിയായി തീർന്നതിന് ശേഷം मतलब अभी की अवस्था के बारे में या वो धन बनने के बाद की अवस्था के बारे में कहता है. ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. परमेश्वर तुमको जाना और तुमने परमेश्वर को भी जाना. അപ്പം ദൈവം ഒരു മനുഷ്യനെ അന്വേഷിച്ചാൽ ആ അന്വേഷിക്കുന്ന വ്യക്തിയെ കണ്ടെത്തുക തന്നെ ചെയ്യും. इसका मतलब परमेश्वर एक व्यक्ति को ढूंढता है तो वो व्यक्ति को प्रभु जरूर ढूंढेगा. यहाँ पर लिखा है कि परमेश्वर को पहचान लिया वरन परमेश्वर ने तुमको भी पहचाना. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അത് എത്ര ശ്രേഷ്ഠമാണ്, ये कितना श्रेष्ठ है. എത്ര വ്യക്തിപരമായ ഒരു ഗാഢമായ സ്നേഹത്തിന് അടിസ്ഥാനമാണ് കർത്താവ് എന്നെ അറിയുന്നു, ഞാൻ കർത്താവിനെ അറിയുന്നു. कितना व्यक्तिगत जीवन में ये एक बहुत गहरा नाता की बात है कि प्रभु मुझको जानता है और मैं प्रभु को जानता हूँ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ആടുകളെ കുറിച്ച് പറയുമ്പോൾ എന്റെ ആടുകൾ എന്നെ അറിയുന്നു. യോഹന്നാൻ का सुसमाचार 10 अध्याय में प्रभु ने कहा कि मेरी भेड़ें मुझे जानता है. അവിടെ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ ഒരു വാക്യം കൂടെ വായിക്കാം. जब मत्ती के सुसमाचार 10 अध्याय का 16 वचन में पढ़ता है. അവിടെ കർത്താവിനെ അറിയുന്നതിനുള്ള ബന്ധത്തിൽ കർത്താവ് ഒരു ചോദ്യം അവരോട് ചോദിക്കുന്നുണ്ട്. वहाँ पर प्रभु को जानने के विषय में प्रभु उनको एक सवाल पूछते हैं. അവിടെ കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു. അപ്പം അവിടെ കർത്താവ് ആരാണെന്ന് ദൈവാത്മാവിനാൽ വെളിപ്പെട്ടത് കൊണ്ട് പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. यहाँ पर 16 अध्याय 10 अध्याय नहीं 16 अध्याय में जब प्रभु उनको पूछता है कि मेरी बारे में तुम क्या कहता है तो पतरस बोलता है तू जीवित परमेश्वर का पुत्र मसीहा है. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഒരാൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി, ആ തെരഞ്ഞെടുത്ത വ്യക്തി അറിയുന്നു. जब प्रभु की चुनौती में एक व्यक्ति जब आ जाता है तो वो व्यक्ति प्रभु को जान लेता है. ഇവിടെ കർത്താവ് പറയുന്നത് അതിനുള്ള ബന്ധത്തിൽ കർത്താവ് അതിന്റെ 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. उस 16 अध्याय के 18 वचन में प्रभु यीशु मसीह वो एक बात बताता है. और मैं भी तुमसे कहता हूँ कि तू पतरस है और मैं इस पत्थर पर अपनी कलीसिया बनाऊंगा और अधोलोक के फाटक उस पर प्रबल न होंगे. നീ പത്രോസ് ആകുന്നു എന്ന് പറഞ്ഞാൽ പാറയാകുന്നു എന്നല്ല, പാറ കഷ്ണമാകുന്നു. तो प्रभु यहाँ पर कहता है कि तू पत्रोस है, इसका मतलब तू चट्टान है, ऐसा नहीं तू एक चट्टान का टुकड़ा है. ഇതിന് പറയാണ് ഈ പാറമേൽ എന്ന് പറയുന്നത് അതിന്റെ 17-ാം വാക്യത്തിൽ പറഞ്ഞ നീ ദൈവപുത്രനായ ക്രിസ്തു ആകുന്നു എന്ന വെളിപ്പെടുത്തൽ, ആ വെളിപ്പെടുത്തലാണ് പാറ. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. तो इसके बाद प्रभु यीशु मसीह कहता है कि इस चट्टान में मैं मेरी मंडली बनाऊंगा. इसका मतलब वो पत्थर जो पत्थर का टुकड़ा उसके ऊपर नहीं, क्योंकि जो 17 वचन में उसको प्रकाश मिला था यीशु मसीह कौन है, उस विश्वास या उस प्रकाश में मैं मेरा मंडली बनाऊंगा करके प्रभु ने कहा. ഇവിടെ പാറ എന്ന് പറയുന്നത് പാറ കഷ്ണമല്ല, പാറ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. यहाँ पर जो चट्टान कहा गया वो स्वयं प्रभु यीशु मसीह है. അപ്പം ഞാൻ ദൈവപുത്രനാണെന്നുള്ള നിന്റെ ഈ അറിവ്, मैं प्रभु का परमेश्वर का पुत्र है, ये जो तुम्हारा ज्ञान, അതാണ് ഏതൊരു വ്യക്തിയും സഭയിലായിരിക്കുന്നതിന്റെ തെളിവ്. वो है एक व्यक्ति उद्धार पाने का या मंडली में हो जाने का प्रूफ. അപ്പൊ അവിടെ ഒരു വെളിപ്പെടുത്തലാണ്. ये एक बड़ा प्रकाशन करके देने वाली बात है. കർത്താവ് അന്വേഷിച്ച് കണ്ടെത്തിയ ആ വ്യക്തിയെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. क्योंकि जिस व्यक्ति को प्रभु ढूंढ रहा था वो व्यक्ति को प्रभु ने एक प्रकाशन दिया, वो प्रकाशन की बात है. നീ വെറും ഒരു പാറ കഷ്ണമാണ്. क्योंकि तुम सिर्फ एक पत्थर का टुकड़ा है. പക്ഷേ നീ നിന്നിൽ തന്നെ അല്ല, നീ എന്നിലാണ്.
परंतु तुम अपने आप में नहीं, तुम मुझ में है। Praise the Lord. प्रेज़ द लॉर्ड। സഭയുടെ അടിസ്ഥാനം എത്ര ശ്രേഷ്ഠമാണ്. प्रियो, अरे मंडली का नेव कितना श्रेष्ठ है, സഭ ക്രിസ്തുവിലാണ്. क्योंकि मंडली यीशु मसीह में है। നമ്മൾ അങ്ങോട്ട് ആ വശത്തിലേക്ക് വരും. हम उस अवस्था में आएंगे, उस बात को देखेंगे। ഇവിടെ ഒരു കാര്യം കൂടെ, കർത്താവ് കണ്ടെത്തിയ ഒരു ആടിനെ കുറിച്ച് കർത്താവും സ്വർഗവും സന്തോഷിക്കുന്ന അവസ്ഥയെ കുറിച്ച് നമ്മൾ മത്തായി സുവിശേഷം 18 അധ്യായം വായിക്കുന്നുണ്ട്. जब मत्ती 18 अध्याय में प्रभु ढूंढा और मिला हुआ एक भेड़ के बारे में हम देखता है। 18ന്റെ 12 വായിക്കുകയാണ്. उसके 18 अध्याय का 12 वचन में पढ़ता है, 100 ആടുള്ള ഒരു മനുഷ്യൻ ഒന്ന് തെറ്റിപ്പോയി, ഒന്ന് ഒഴിഞ്ഞു പോയി. 100 भेड़ों में से एक भटक गया। എന്നിട്ട് അതിന്റെ 13 വാക്യത്തിൽ പറയുകയാണ്, उसका 13 वचन में कहता है, ആ ഇടയൻ എന്ത് ചെയ്യുന്നു? और वो चरवाहा ने क्या किया? അതിനെ അന്വേഷിക്കുന്നില്ലയോ? उसको नहीं खोजता है क्या? അതിനെ അന്വേഷിക്കുന്നില്ലയോ? തിരയുന്നില്ലയോ? वो क्या उसको ढूंढते नहीं क्या? എന്നിട്ട് കണ്ടെത്തിയാൽ जब उसको मिल जाता है, മറ്റുള്ള 99 അധികം സന്തോഷിക്കുന്നു. बाकी 99 से बढ़कर के उसके प्रति आनंदित होता है। അത് കർത്താവ് തന്റെ ലൂക്കോസ് സുവിശേഷം 15 അധ്യായത്തിൽ പറയുന്നുണ്ട്. अब ये बात लूका का सुसमाचार 15 अध्याय में पढ़ता है। അതെ, ഈ ആട് നിമിത്തം സ്വർഗം മുഴുവൻ ആനന്ദിക്കുന്നു. इस मिला हुआ इस मेमने के कारण सारा स्वर्ग आनंदित होता है करके हम लोग लूका 15 अध्याय का 10 वचन में पढ़ता है। മാനസാന്തരം കൊണ്ട് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത जो जिसको मन फिरावट की जरूरत नहीं, മാനസാന്തരം കൊണ്ട് ആവശ്യം 99 നീതിമാന്മാരെക്കാൾ അധികം സന്തോഷം ഉണ്ടാകും. एक मन फिराने वाले पापी के विषय में स्वर्ग में इतना आनंद होगा। എന്നിട്ട് ഈ ആടിനെ കണ്ടെത്തിയാൽ എന്ത് ചെയ്യും? इस मेमने को पाने के बाद क्या करेंगे? അതില് 15ന്റെ 5 വായിക്കുകയാണ്. उसकी 15 अध्याय लूका 15 का 5 में हम देखता है, കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ എന്നിട്ട് പറയാം. मतलब जब तक नहीं मिलता तब तक ना ढूंढते रहेगा क्या? കണ്ടു കിട്ടിയാൽ സന്തോഷിക്കും. हाँ, वो मिलने के बाद में वो आनंदित हो जाएंगे। എന്നിട്ട് എന്ത് ചെയ്യും? इसके बाद क्या करेंगे? വീട്ടിലെത്തുവരെയും ചുമലിൽ ഏന്തും. हाँ, वो घर पहुंचने तक कंधे पर लेगा। അപ്പൊ ഈ ആട് എവിടെയാണ്? इसका मतलब ये मेमना कहाँ पर है? ഈ രക്ഷകന്റെ തോളിലാണ്. ये मेमना उस उद्धारकर्ता का या उस बजाने वाला चरवाहा का कंधे में है। ഈ ഭുജം നമ്മൾ പലപ്പോഴും പഴയ നിയമത്തിൽ യഹോവയുടെ ഭുജം എന്ന് പറയാറുണ്ട്. हम कई बार परमेश्वर का हाथ परमेश्वर का भुज करके बताता है। ഈ പഴയ നിയമത്തിൽ യഹോവയുടെ ഭുജം എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. जो पुराना नियम में परमेश्वर का हाथ बोलेगा तो वो प्रभु यीशु मसीह है। ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു, परमेश्वर का सामर्थ और परमेश्वर ज्ञान मसीह। അപ്പോൾ ഈ സഭ ലോകജ്ഞാനികൾക്ക് മറച്ചു വെച്ചിരിക്കുകയാണ്. इसका मतलब क्या है कि ये जो मंडली की जो बात है, ये दुनिया के ज्ञानी लोगों से प्रभु ने छिपा कर रखा। ഒരു വിശ്വാസിക്ക് ഈ കാര്യം ഇപ്പോഴും വെളിവായിട്ടില്ലെങ്കിൽ അവൻ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. एक विश्वासी अगर ये विषय में अगर प्रकाश नहीं पाया तो उसका मतलब क्या है कि वो व्यक्ति अभी तक उद्धार नहीं पाया। അപ്പം ദൈവം ചിലർക്ക് മറച്ചു വെച്ചു, ചിലർക്ക് വെളിപ്പെടുത്തി. परमेश्वर ने कुछ लोगों को से छिपा कर रखा और कुछ लोगों को प्रकाशित किया। ആ പ്രകാശം ആയവർക്ക് എല്ലാവരും ഈ ദൈവത്തിന്റെ അമൂല്യമായ ഒരു മുത്തായിട്ട് അല്ലെങ്കിൽ ഒരു നിക്ഷേപമായിട്ട് ആ വിശ്വാസിയായി തീർന്നിരിക്കുകയാണ്. जो भी प्रकाश पाया वे लोग परमेश्वर के लिए एक मूल्यवान मोती बन गया, मूल्यवान धन बन गया है। പ്രൈസ് ദി ലോർഡ്. हालेलुया। അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, അവിടെ അവൻ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട്, वहां पर हम देखते हैं कि वो व्यक्ति ने वो मोती को खरीदने के लिए क्या किया, जो कुछ अपने थे वो सब कुछ उन्होंने बेच डाला। ഇത് ഊമയാണ്. ये दृष्टांत है। അപ്പോൾ ആ ദൃഷ്ടാന്തത്തിൽ ചില സാദൃശ്യീകരണമാണ് നമ്മൾ നോക്കുന്നത്. उस दृष्टांत में उसका अर्थ क्या है, प्रभु उसमें से क्या हमें समझाना चाहता है, वो बात को हम देख रहे हैं। നമ്മൾ ഫിലിപ്പിയർ 2 അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ അർത്ഥം അറിയാം. കാരണം പിതാവായ ദൈവത്തോട് തുല്യനായ കർത്താവായ യേശു ക്രിസ്തു ദൈവം എന്നുള്ള മഹത്വം പിതാവിന് ഇട്ടുകൊടുത്തുകൊണ്ട് അവൻ മനുഷ്യനായി, സാധാരണ മനുഷ്യനായി വന്നു. मतलब इसका भेद को जानने के लिए हमको मालूम है, फिलिपियों का पत्र 2 अध्याय का 6 से 8 तक जब हम पढ़ता है कि जो परमेश्वर की तुल्यता, उन्होंने उस समानता को ना मतलब उसमें बना ना रहते हुए अपने आप को शून्य किया और हमें मतलब बचाने के लिए अपने आप को पूर्ण रूप में खाली किया। അവൻ ഭൂമിയിൽ വന്നപ്പോഴും ദൈവമാണ്. वो जब दुनिया में था तभी भी वो परिपूर्ण रीति में परमेश्वर है, എന്നാൽ ദൈവം എന്നുള്ള മഹത്വം എടുത്തില്ല. परंतु परमेश्वर उसका महत्व या महिमा उन्होंने नहीं लिया। നോക്കുക, നമ്മളെ രക്ഷിക്കേണ്ടതിന് ദൈവം ഈ ദൈവമായ സകലവും സൃഷ്ടിച്ച ക്രിസ്തു തന്റെ ദൈവത്വത്തിന്റെ മഹത്വം
മാറ്റിവെച്ചിട്ട് വന്നു എന്നുള്ളത് എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. आप देखिए, जब इस महान परमेश्वर ये दुनिया में आने के समय में प्रभु करके वो महिमा ना लेते हुए उसको मतलब बाजू में करके आया, ये तक कितना बहुत बड़ी गहरी बात है. ആദാം നഷ്ടമാക്കിയ ആ അനുസരണത്തിന്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവനൊരു ദാസനെ പോലെ അടിമയെ പോലെ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. देखिए, आदम ने आज्ञा भंग करने के द्वारा जो जो बात नष्ट किया वो सब कुछ हमारे लिए जीत कर देने के लिए वो एक मनुष्य बन करके दुनिया में उतरा है. അവൻ മറിയയുടെ ഗർഭപാത്രത്തിൽ ആയിരുന്ന ആ 9 മാസം പിന്നീട് 33 വർഷം അവൻ ഈ ഭൂമിയിൽ വളരെ കഷ്ടങ്ങളും നിന്ദകളും പരിഹാസങ്ങളും എല്ലാം ഏറ്റു. എന്തിനാണ്? ഈ നിധി അന്വേഷിക്കുകയാണ് അവൻ. देखिए, वो उस माँ मरियम के गोद में करीब 9 महीना, उसके बाद 33.5 साल जब ये दुनिया में रहा, इस सारे कष्ट दुख वेदनाओं में क्यों गया? कि वो इस मूल्यवान धन को खोज रहा था. ഇവിടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 5-ാം വാക്യത്തിൽ വായിക്കുന്നു, നീ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ. तो जब हम यूहन्ना का सुसमाचार 17 अध्याय में हम देखता है कि तूने जो मुझको दिया हुआ लोग. ആരെയാണ് പിതാവ് പുത്രന് കൊടുത്തത്? किसको प्रभु ने पिता ने पुत्र को दिया? നഷ്ടപ്പെട്ടു പോയ, जो खो गया था, ദൈവകോപമുള്ള, जो परमेश्वर के क्रोध जिन पर रहता था, നരകത്തിലേക്ക് പോകേണ്ടിയ, जो हमारे नरक में जाना था, അവരെ രക്ഷിക്കേണ്ടതിന് उनको बचाने के लिए. നമ്മള് എബ്രായ ലേഖനം അതിന്റെ 14-ാം അധ്യായം 15-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. जब इब्रानियों का पत्र उसका हमारा 2रा अध्याय में हम पढ़ता है, അവിടെ ആദ്യ നിയമത്തിലെ ന്യായപ്രമാണത്തിന്റെ നിയമം പാപം ചെയ്ത മനുഷ്യൻ മരിക്കണമെന്ന ദൈവത്തിന്റെ ശക്തമായ നിയമം ഇരിക്കുമ്പോൾ ആ മനുഷ്യരെ വീണ്ടെടുക്കേണ്ടതിന് യേശു ക്രിസ്തു മരണം ആസ്വദിച്ചു എന്ന് വായിക്കുന്നു. जब मतलब उस व्यवस्था के अनुसार पाप किया हुआ मनुष्य मरना चाहिए, उस मृत्यु को प्रभु यीशु मसीह ने उड़ाया करके हम देखता है. അവിടെ അതിന്റെ 15-ാം വാക്യം വായിക്കാം. उसका 2रा अध्याय का 15 वचन. और जितने मृत्यु की भय के मारे जीवन भर दासत्व में फंसे थे, उन्हें छुड़ा ले. ഓക്കെ, അപ്പോൾ അവരാരാണ്? वे लोग कौन थे? ദൈവക്രോധത്തിന് വിധേയരാണ്. वे लोग सिर्फ मृत्यु का गुलाम बोलने का मतलब परमेश्वर का क्रोध की पात्र था. പാപം ചെയ്ത ദേഹി മരിക്കണമെന്ന ന്യായപ്രമാണത്തിന്റെ ശക്തമായ നിയമം അവരിലുണ്ട്. जो भी व्यक्ति पाप किया व्यवस्था के अनुसार उसको मृत्यु उड़ाना चाहिए करके उसका वचन कहता है. അങ്ങനെ ഇരിക്കുന്നവരെയാണ് പിതാവ് ആർക്ക് കൊടുത്തത്? പുത്രന് കൊടുത്തത്. ऐसा लोगों को पिता ने पुत्र को दिया. ഇനി പുത്രന് കിട്ടിക്കഴിഞ്ഞപ്പോൾ പുത്രൻ അവരെ കുറിച്ച് പറയുന്നത് നോക്കണം. पुत्र को मिलने के बाद में पुत्र उनका बारे में क्या कहता है? നീ എനിക്ക് തന്നവർ, जिसको तूने मुझको दिया, അവരെല്ലാവരും എന്റെ മഹത്വം കാണേണ്ടതിന് वे सारे लोग मेरी महिमा देखने के लिए എന്റെ അടുത്തിരിക്കണം मेरे पास रहना എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ये मैं चाहता हूँ. അവിടെ അതിന്റെ 24-ാം വാക്യം 17-ന്റെ यूहन्ना का सुसमाचार 17 अध्याय का 24 वचन पढ़ेंगे. हे पिता, मैं चाहता हूँ कि जिन्हें तूने मुझे दिया है वहाँ मैं हूँ, वहाँ भी मेरे साथ हो, कि वे मेरी उस महिमा को देखें जो तूने मुझे दी है, क्योंकि तूने जगत की उत्पत्ति. ഓക്കെ, അവിടെ ക്രിസ്തുവിന്റെ മഹത്വം ശരിക്കും അറിയാവുന്നത് പിതാവായ ദൈവമാണ്. എന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്റെ പിതാവ് അല്ലാതെ ആരും എന്നെ അറിയുന്നില്ല. देखिए, प्रभु का महिमा सही रीति में जानने वाला सिर्फ पिता है. इसलिए मानव यीशु मसीह ने खुद बोला कि मुझे जानने वाला सिर्फ पिता है. ഇവിടെ കർത്താവ് ഒരു പ്രത്യേക കാര്യം പറയുകയാണ്. കർത്താവ് തന്റെ ഭൗമിക ജീവിതത്തിൽ എല്ലായ്പ്പോഴും പറയുന്നത്, പിതാവേ, എന്റെ ഇച്ഛയല്ല നിന്റെ ഇച്ഛ, എന്റെ ഇച്ഛയല്ല നിന്റെ ഇച്ഛ. यहाँ पर हमेशा प्रभु यीशु मसीह एक बात कहता है कि हे पिता, मेरी इच्छा नहीं तेरी इच्छा, मेरी इच्छा नहीं तेरी इच्छा. ये बार बार प्रभु यीशु मसीह कहता है. എന്നാൽ ഇവിടെ കർത്താവ്, പിതാവേ, നിന്റെ ഇച്ഛയെന്നല്ല എന്റെ ഇച്ഛ നടക്കണം. നോക്ക്, അവന്റെ ആഗ്രഹത്തിന്റെ തീവ്രതയെ കുറിച്ച് പറയാനാണ് ഞാൻ ആ വാക്ക് അങ്ങനെ പറയുന്നത്. परंतु यहाँ पर मैं एक बात आपको बताना चाहता हूँ कि यहाँ पर हमेशा प्रभु ने बोला, प्रभु पिता मेरी इच्छा नहीं तेरी इच्छा, परंतु यहाँ पर यीशु मसीह पिता को बोलता है, ये पिता, ये मेरी इच्छा है, ये मेरी इच्छा, यहाँ मैं हूँ वहाँ वे भी साथ हो. നീ എനിക്ക് തന്നവർ എന്ന് പറഞ്ഞാൽ ആ സഭയുടെ മഹത്വം കണ്ടിട്ട് അവൻ ആ കർത്താവായ യേശു ക്രിസ്തു സഭയെ മുന്നിൽ കാണുകയാണ്. എന്റെ പിതാവ് സഭയ്ക്ക് കൊടുക്കാൻ പോകുന്ന മഹത്വം.
देखिए मंडली को सामने देख करके पिता मंडली को जो महिमा देने वाला है वो देख करके यीशु मसीह यहाँ पर एक ही जगह पर प्रभु यीशु मसीह पिता को कहता है कि मैं चाहता हूँ कि जिन्हें तूने मुझे दिया जहाँ मैं वहाँ वे भी मेरे साथ हो. ഓ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എത്ര ശ്രേഷ്ഠമാണ്. प्रियो प्रभु का दिल का इच्छा बहुत गहरा है. कितना श्रेष्ठ है ना. നമ്മൾ എത്ര മൂല്യവത്തായിട്ടാണ് കർത്താവ് കാണുന്നത്. हमें प्रभु ने कितना मूल्यवान होकर देखता है. കാരണം പിതാവിന്റെ ആഗ്രഹം അതാണെന്ന് കർത്താവിന് അറിയാം. क्योंकि पिता का इच्छा वही है करके यीशु मसीह भी जानता है. അപ്പോൾ അവിടെ നമുക്കറിയാം എഫേസ്യ ലേഖനത്തിൽ സഭയുടെ മർമ്മത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന സഭ ഒരു മർമ്മമാണ്. നമ്മൾ അനേക മർമ്മങ്ങളെ കുറിച്ച് വചനത്തിൽ വായിക്കുന്നുണ്ട്. जब बहुत से वेद की बातों को हम जब देखता है परंतु एफेसियों की मंडली में ये वेद को बड़ा वेद करके मंडली के बारे में पौलुस कहता है. പൗലോസ് അത് പറയുമ്പോൾ പൗലോസിൽ പറയുന്നതിലുള്ള ആവേശം നമുക്ക് കാണാം. 3-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. जब एफेसियों का पत्री 3रा अध्याय का 5 से जब हम पढ़ता है तो इस विषय को प्रकट करने के लिए प्रेषित पौलुस के दिल में कितना बोझ है, उत्साह है का बात को हम देख सकते हैं. जो अन्य समयों में मनुष्य की संतान को ऐसा नहीं बताया गया था जैसा कि आत्मा के द्वारा अब उनके पवित्र प्रेरितों और भविष्य वक्ताओं पर प्रकट किया गया है. अर्थात यह कि मसीह यीशु में सुसमाचार के द्वारा अन्य जातीय लोग मिरास में साझी और एक ही देह के और प्रतिज्ञा के भागी हो. അപ്പോൾ ദൈവം തൻ്റെ ഹൃദയത്തിൽ ലോകത്തിൽ മണ്ണിനിടയിൽ സൂക്ഷിച്ച മർമ്മമായിട്ടല്ല, ദൈവഹൃദയത്തിൽ തന്നെ ഗൂഢമായി കോടിക്കണക്കിന് വർഷം ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ ദൈവം തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു അമൂല്യമായ ഒരു മർമ്മമാണ് സഭ. प्रियो ये बात को जानना है कि माना ये कोई मिट्टी में छिपाया हुआ बात नहीं, परमेश्वर की दिल के अंदर छिपा हुआ एक वेद की बात है कि वो जगत की उत्पत्ति से पहले से ये दिल में छिपा हुआ बात था मंडली. അത് ഒരു കൂട്ടം ആൾക്കാർ इसके बारे में कुछ लोग ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികൾ ഏക ശരീരസ്ഥർ വാഗ്ദാനത്തിൽ പങ്കാളികളാകണം എന്നിവ തന്നെ. मतलब वो प्रभु यीशु मसीह में होकर के प्रभु की उस वायदा का मतलब अन्य जाति के लोग भी भागीदार बन जाना यही बात है. അപ്പൊ നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ एफेसियों का पत्री 2रा अध्याय का 6वें वचन में നമ്മൾ പണ്ട് കോപത്തിന്റെ മക്കളായിരുന്നു, हम लोग पहले मतलब क्रोध की संतान थे, മറ്റുള്ളവരെ പോലെ നമ്മൾ അനുസരണക്കേട് ജീവിച്ചു, हम और लोगों जैसा हम लोग आज्ञा ना मानते हुए जीवन बिताया, നാം നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു എന്നൊക്കെയും പറഞ്ഞിട്ട് हम अपनी शरीर की इच्छाओं में हम जीते थे करके कहने के बाद 4-ാം വാക്യത്തിൽ പറയാണ് കരുണാസമ്പന്നനായ ദൈവമോ. परंतु उसकी 4 वचन में मतलब एफेसियों 2:4 में लिखा है कि परंतु परमेश्वर जो दया की धनी है. എന്നിട്ട് പറയാണ് ക്രിസ്തുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ, ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന് ഈ സഭയിലുള്ള ഓരോ വ്യക്തിയോടും വലിയ താല്പര്യമാണ്, ഭയങ്കര വാത്സല്യമാണ്. मतलब पिता को मसीह में हमारे प्रति बहुत बड़ा प्रेम है. उस प्रेम में എന്ത് ചെയ്യാണ്? क्या किया? വരാനുള്ള കാലങ്ങളിൽ വെളിപ്പെടുത്തേണ്ടതിന്, ഈ സഭയുടെ മഹത്വം എന്താണെന്ന് വരും കാലങ്ങളിൽ വെളിപ്പെടുത്തേണ്ടതിന്, आने वाला युगों में मंडली का महत्व क्या है, महिमा क्या है, ये बात प्रकट करने के लिए അതെന്താണ്? അവന്റെ കൃപയുടെ അത്യന്ത ധനം. वो क्या है? उसके अनुग्रह का बड़ा धन. ഇത് പറഞ്ഞാൽ ഒരു വിലയും ഇല്ലാതിരുന്ന ഈ നമ്മളെ, मतलब इसका अर्थ क्या है कि हम अगर मनुष्य को देखेगा तो मनुष्य का क्या मूल्य था? कुछ भी नहीं, कुछ भी मूल्य नहीं था. ऐसा हमें എന്ത് ചെയ്തു? क्या किया? വരും കാലമല്ല, सिर्फ आने वाला एक युग नहीं, അനേക യുഗങ്ങൾ. हाँ आने वाला सारे युगों में. ഇപ്പൊ നോക്കുക, നമ്മൾ കൃപായുഗം 2000 കൊല്ലം, अभी हम लोग अभी देखेगा तो अभी ये कृपा युग 2000 साल, നമ്മളിനി അടുത്ത് വരുന്ന 1000 ആണ്ട് വാഴിച്ച 1000 കൊല്ലം, अभी 1000 साल का और एक युग, ഇങ്ങനെ അനേക വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യുഗം, परंतु अभी अनंत काल तक बना रहने वाला एक युग, അങ്ങനെ കിടക്കുകയാണ്. वो उसका कोई समाप्ति नहीं हुआ, ऐसे ही पड़ा है. ആ കാലങ്ങളിലെല്ലാം സഭ ദൈവത്തിന് പ്രഷ്യസാണ്. കാരണം ദൈവം തന്റെ കൃപയെ കാണിച്ചത് ചൂണ്ടിക്കാണിക്കാൻ. मतलब ये ऐसा अनंत काल, आने वाला भविष्य के अनंत काल मंडली परमेश्वर की महिमा है. ये परमेश्वर की महिमा को दिखाने के लिए मंडली को प्रभु ने रखा है. ഇത് മുന്നിൽ കണ്ടിട്ട് കർത്താവ് എന്ത് ചെയ്തു? ये सारे बातों को प्रभु ने सामने देख करके प्रभु यीशु ने क्या किया? ഈ ലോകത്തിൽ വലിയ നേട്ടങ്ങൾ നേടിയവർക്ക് അത് മറച്ചു വെച്ചു. ये दुनिया के बड़े बड़े मतलब बातों को जीता हुआ लोगों से प्रभु ने वो बात छिपा कर रखा. നമ്മളത് 1 കൊരിന്ത്യർ അതിന്റെ 1:26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ
സവിശേഷത കാണാം. जब पहला कोरिन्थी पहला अध्याय का 26 वचन से जब हम पढ़ता है तो मतलब उसका एक श्रेष्ठता पौलुस वर्णन करता है कोरिन्थी पहला अध्याय का 26 से. हे भाइयों, अपने बुलाए जाने को तो सोचो कि न शरीर के अनुसार तुम बहुत ज्ञानवान और न बहुत सामर्थी और न बहुत कुलीन बुलाए गए, परंतु परमेश्वर ने जगत के मूर्खों को चुन लिया है कि ज्ञानवानों को लज्जित करे, और परमेश्वर ने जगत के निर्बलों को चुन लिया है कि बलवानों को लज्जित करे, और परमेश्वर ने जगत के नीचों और कुछ तुच्छों को वरन जो है भी नहीं उनको भी चुन लिया है कि उन्हें जो है व्यर्थ ठहराए, ताकि അപ്പോൾ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നതിനെ परंतु यहाँ पर हम क्या देखते हैं, जो दुनिया में जो कुछ अपने आप को कुछ समझता है उसको ഇല്ലാതാക്കാൻ. प्रभु ने एकदम निकालने के लिए, കാരണം ഏറ്റവും ഒന്നുമില്ലാതെ ഏറ്റവും നീചമായതിനെ ഏറ്റവും അധികം ദൈവം ഉയർത്തി. मतलब जो कुछ भी नहीं थे उसको प्रभु ने सबसे बड़ा ऊंचा किया. അപ്പൊ അതാണ് നമ്മൾ യാക്കോബൻ ലേഖനത്തിൽ ആദ്യം തന്നെ വായിക്കുകയാണ്, എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിൽ ആനന്ദിച്ചു കൊള്ളട്ടെ. जब याकूब का पत्री में भी हम देखते हैं कि वो जो गरीब भाई अपनी उस गरीबी में आनंद रहे. അപ്പൊ ദൈവഹൃദയത്തിലെ ഏറ്റവും നിഗൂഢമായി നിക്ഷേപിക്കപ്പെട്ടിരുന്ന ഒരു വലിയ മർമ്മമായിരുന്നു സഭ. इसका मतलब क्या है कि परमेश्वर का पिता परमेश्वर के हृदय की हमारा गुप्त स्थान में छिपा हुआ एक महान भेद था प्रभु का मंडली. അപ്പോൾ ആ സഭ ഭൂമിയിലാണ്. अभी वो मंडली एक भाग अभी मृत्यु में है. ഈ സഭയുടെ മഹത്വം കണ്ടെത്തിയ മനുഷ്യൻ എന്ന രീതിയിൽ अभी इस मंडली का महिमा देखा हुआ उस व्यक्ति के रूप में അവൻ എന്ത് ചെയ്തു? प्रभु ने क्या किया, അത് കണ്ടിട്ട് അതിസന്തോഷത്തോടെ उन्होंने वो देख करके बहुत बड़ी आनंद के साथ, നമുക്ക് സഭയ്ക്ക് വേണ്ടി ഈ കഷ്ടങ്ങളെല്ലാം സഹിക്കണമല്ലോ എന്നുള്ള ദുഃഖമല്ല അവനുള്ളത്. मतलब वो मैं जा करके ये मंडली के लिए मुझे ये सारा दुख सहना पड़ेगा बोल करके दुखी होकर के नहीं. നമ്മൾ എബ്രായ ലേഖനം 12:3 വായിക്കുന്നത്, തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ സന്തോഷം എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ നേടുന്നതിലുള്ള ഈ നിധി കണ്ടെത്തുന്നതിലുള്ള സന്തോഷം നിമിത്തം. मतलब इब्रानियों 12:3 में जैसे हम पढ़ता है कि उस मतलब आनंद के लिए उन्होंने उस बड़ा आनंद को या उस धन को देख करके खुशी से. അപ്പൊ നമ്മൾ ചിന്തിച്ചു വന്ന ആ ഊമയിൽ കർത്താവ് പറഞ്ഞ ആ മനുഷ്യൻ ക്രിസ്തുവാണ്. मतलब इसका मतलब हमने जो दृष्टांत बताया था जो मत्ती 13:44 में, वो उसमें वो जो धन जो है वो मंडली है. ആ നിധി എന്ന് പറയുന്നത് ആ മനുഷ്യൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. मतलब वो जो जिसने देखा वो मनुष्य यीशु मसीह है. അവൻ തനിക്കുള്ളതൊക്കെയും വിറ്റു എന്ന് പറയുന്നത് നമ്മൾ ആ സാദൃശ്യത്തിൽ കാണുകയാണ്. തനിക്കുണ്ടായിരുന്ന ലഭിക്കേണ്ടിയിരുന്ന ആ സ്വർഗീയ മഹത്വം, ആരാധന, ആ വലിയ കാര്യങ്ങളെല്ലാം പിതാവിന് മടിയിലിരുന്ന അതെല്ലാം വിട്ടിട്ട് താൻ ഒരു ദാസനായിട്ട് ഭൂമിയിലേക്ക് വന്നു. वहाँ पर जो कहा हुआ उस दृष्टांत में मतलब उस निधि को देखा हुआ व्यक्ति प्रभु यीशु मसीह है, और उन्होंने क्या किया, अपना सब कुछ बेच डाला. इसका अर्थ क्या है कि यीशु मसीह जो पिता की गोद की आनंद का विषय था, उन्होंने वो सारे बातों को त्यज करके वो हमारे लिए सब छोड़ करके वो हमारे लिए ये दुनिया में आया. അവൻ സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിടുന്നതിൽ ഒരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു. കാര്യം എന്താണ്? താൻ അമൂല്യമായ ഒരു മുത്തായ സഭയെ നേടുന്നതിനുള്ള സന്തോഷം. और उन्होंने ये सब छोड़ने के समय में वो बहुत आनंद से छोड़ा, क्योंकि उन्होंने एक बहुमूल्य पत्र को या मंडली को उन्होंने देखा. നമ്മളെ സംബന്ധിച്ച് ഇത്രത്തോളം ആനന്ദിക്കുന്നത് വേറെ ആരുണ്ട്? प्रियो, हमारे जीवन में इसी समान आनंद करने वाला और कौन है दुनिया में? നമുക്ക് തന്നെ നമുക്കൊന്നും സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരണം പല വിധത്തിലുള്ള ചിന്തകളും ലോകചിന്തകളും ലോകത്തിൻ്റെ കാര്യങ്ങളും നമ്മളെ ഈ വലിയ ധനം, ഞാൻ ആരാണെന്നുള്ളത് മഹത്വം കാണാതെ സാത്താന്റെ ആ കുരളാക്കുന്ന അവസ്ഥയിലേക്ക് പല വിശ്വാസികളും ഈ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. आज बहुत से प्रभु के लोग ये धन का महत्व या प्रभु का दृष्टि में मैं कितना मूल्यवान है वो बात को देख नहीं पाया, इसलिए वो आनंद नहीं मना पाता है. देखिए, वो व्यक्ति को, उस विश्वासी को ये प्रकाश नहीं मिला. प्रियो, अब निराश होना चाहिए क्या? हमारे जीवन में आने वाला समस्याओं का कारण, दुख के कारण, प्रतिकूल के कारण हम दुखी बनना चाहिए क्या? नहीं, हमें वो प्रकाश पा करके उस आनंद हमें मनाना चाहिए. കർത്താവ് തന്നെ പറയുണ്ടായി. കർത്താവ് ശിഷ്യന്മാർ ഭൂതങ്ങളെയൊക്കെ പുറത്താക്കിയപ്പോൾ പറയുന്നത്, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുന്നതിനൊന്നും അല്ല സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. जब आपको मालूम है कि जब 70 चेलों को प्रभु ने जो भेजा था, वो लोग प्रभु के पास बहुत खुशी से लौट कर आया, और उनकी खुशी देख करके प्रभु ने क्या बोला, भूत तुम्हारा अधीन होता है, दुष्टात्मा तुम्हारा अधीन होता है, उसमें आनंद मत मनाओ. मैं क्यों आनंद मनाना? किस में आनंद मनाना? स्वर्ग में तुम्हारा नाम लिखा, इस पर आनंद मनाओ. നമുക്ക് എത്രയോ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. प्रियो, हमें कितना आनंदित होना चाहिए. നമ്മൾ വാതിലടച്ച്
हम लोग दरवाजे बंद करके നമ്മൾ കർത്താവിന്റെ അടുക്കൽ ചെന്ന് അവന്റെ അടുക്കൽ ചെന്ന് പറയുക, हम प्रभु की उपस्थिति में जाकर के प्रभु से कहना चाहिए, കർത്താവേ हे प्रभु, ആരും അംഗീകരിക്കാത്ത എന്നെ, कोई भी जो मुझको नहीं लेता था, मुझे अंगीकार नहीं करता था, मुझको എന്നെ നീ അംഗീകരിച്ചല്ലോ. आपने मुझको स्वीकारा प्रभु, നീ എന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. आप मेरा नाम स्वर्ग में लिखा प्रभु, നിന്റെ രക്തം മുഴുവൻ എനിക്ക് തന്നല്ലോ. ओ प्रभु मेरे लिए आपने पवित्र लोगो बहाया प्रभु. ഈ കർത്താവിനോട് അങ്ങോട്ട് ഒന്നും ചോദിക്കുക, കാരണം അവൻ ചെയ്ത കാര്യങ്ങളെ എണ്ണി തീരാൻ പറ്റുന്നില്ല അവന്റെ ആയുസ്സിൽ. प्रियो, हम प्रभु से मांगने से बढ़ करके प्रभु जो हमारे लिए किया हुआ कामों को हम गिनती नहीं कर सकता. ഇത് ആത്മാവൊന്ന് വെളിപ്പെടുത്തുകയാണ്. ये बात जब हमारा आत्मा प्रकाशित करता है, നിന്റെ ആദ്യത്തെ അവസ്ഥ എങ്ങനെ ആയിരുന്നു, आपका पहले अवस्था कैसे था ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? और अभी की अवस्था कैसा है. നമുക്ക് തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കാം. जब പണ്ടത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും. तीतुस का पत्री 3रा अध्याय का 3रा वचन में जो हमारा पुराना अवस्था के बारे में बहुत विस्तार से लिखा है. तीतुस का पत्री 3रा अध्याय उसका 3 टाइटस चैप्टर 3 वर्स 3. क्योंकि हम भी पहले निर्बुद्धि और आज्ञा न मानने वाले और भ्रम में पड़े हुए और विभिन्न प्रकार की अभिलाषाओं और सुख विलास के दासत्व में थे और पैर भाव और डाह करने में जीवन व्यतीत करते थे और घृणित थे और एक दूसरे से पैर रखते थे. കണ്ടോ, ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ ബുദ്ധികെട്ടവരായിരുന്നു. पहले ही वहाँ पर हम क्या देखते हैं, पहले ही बोलता है कि तुम लोग निर्बुद्धि थे. ആ വേദപുസ്തക അടിസ്ഥാനത്തിൽ ബുദ്ധി ഇല്ലാത്തതെന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കാത്തവനെ കുറിച്ചാണ്. परमेश्वर के वचन के आधार में निर्बुद्धि कहने का अर्थ जो व्यक्ति प्रभु को नहीं ढूंढता, प्रभु को नहीं जानता. ദൈവദൃഷ്ടിയിൽ ബുദ്ധിമാൻ ആരാണ്? प्रभु का दृष्टि में बुद्धिमान कौन है? വിശ്വാസിയാണ്. एक विश्वासी है. പണ്ട് അവൻ ദൈവത്തെ അന്വേഷിച്ചില്ല. पहले दिनों में उन्होंने प्रभु को नहीं ढूंढा. അപ്പൊ ദൈവം അവനെ അന്വേഷിച്ച് अभी प्रभु ने उनको ढूंढा, അവനെ കണ്ടെത്തി. प्रभु ने उसको पाया. എന്നിട്ട് ഇപ്പോൾ ഇവൻ ഇനി അവനെ ദൈവത്തെ അന്വേഷിക്കുകയാണ്. अभी वो व्यक्ति अभी प्रभु को ढूंढ रहा है. അപ്പൊ ദൈവം അവനെ അന്വേഷിച്ചതിലുള്ള ആ ഭയങ്കര സന്തോഷ നിമിത്തം അവനങ്ങ് ആത്മാവിൽ നിറയുകയാണ് എപ്പോഴും. अभी उसको प्रभु ने ढूंढ करके पाया, इस आनंद में वो हमेशा उमड़ते रहता है. അവന്റെ 6-ാം വാക്യത്തിൽ നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്. अभी उसकी 6वें वचन में हम देखते हैं कि इसने उसे हमारे उद्धारकर्ता यीशु मसीह के द्वारा अंबर अधिकार से उंडेला. और हम प्रभु यीशु पर विश्वास करके धर्मी ठहरने के बाद നമ്മളെ കർത്താവ് ഈ രീതിയിൽ രക്ഷിച്ചതെല്ലാം നമ്മൾ ഓർക്ക് മനസ്സ് പുതുക്കുമ്പോൾ ആത്മാവിന്റെ നവീകരണം നമ്മളിലേക്ക് അങ്ങ് ആത്മപകർച്ച പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. जो हमें प्रभु ने जिस प्रेम से प्रेम करके हमको बचाया, वो बचाया हुआ उस उद्धार का बारे में जब हम याद करते हैं तो हमारा आत्मा में हम नया बनते जाता है. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവം ചെയ്ത നന്മയ്ക്ക് ഉപകാരമായിട്ട് നമ്മൾ നന്ദി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് വേറെ എന്താ കൊടുക്കാനുള്ളത്? प्रियो, अगर हम प्रभु ने किया हुआ उपकारों के लिए हम आभारी होकर के धन्यवाद नहीं देता है तो हम प्रभु को क्या देंगे? രാവിലെ എഴുന്നേറ്റ് ആ തേജസ്സിന്റെ മുഖത്തേക്ക് നോക്കി നന്ദി കർത്താവ് ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ തന്നെ അവന്റെ ഉള്ള ആനന്ദം കണക്ക് നിറയുകയാണ്. सुबह उठ करके अगर हम प्रभु आप मेरे लिए कितना बड़ा कार्य किया, ये बात को याद करने के बाद में उसका दिल आनंद से भर जाता है. അതാണ് വിശ്വാസികൾ പറയുന്നത്, എപ്പോഴും നിങ്ങൾ സന്തോഷിക്കും. പൗലോസ് പറയാണ്, ജയിലിൽ കിടന്നപ്പോഴും പൗലോസ് പറയും സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താണ്? ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നെന്നും ഞാൻ നാശത്തിലേക്ക് പോകേണ്ട കോപപാത്രമായിരുന്നു. എന്റെ കർത്താവ് കണ്ടെടുത്ത് തിരഞ്ഞെടുത്ത് എന്നെ ഒരു ബഹുമൂല്യ പാത്രമാക്കി തീർത്തത് കാണുമ്പോൾ इसलिए पौलुस जेल में रहने के समय में वो क्या कहता है कि उसको मालूम है कि मैं विनाश का पात्र था, मैं नाश के मार्ग में चलता था, परंतु प्रभु का प्रेम मुझको ढूंढ करके मुझको बचा लिया. इसलिए वो जेल में होकर के भी बोलता है कि प्रभु में सदा आनंद लो, प्रभु में हमेशा आनंद करो, बार बार बोलता है कि क्योंकि उसने वो प्रकाश को पाया. അപ്പോൾ നമ്മൾ കണ്ട ഈ മനുഷ്യൻ ആരാണ്? इसका मतलब अभी हमने जो मत्ती 13 अध्याय का 44 वचन में पढ़ा हुआ वो मनुष्य कौन है? കർത്താവ് യേശു ക്രിസ്തു. वो प्रभु यीशु मसीह. ആ നിധി ആരാണ്? और वो धन क्या है? സഭയാണ്. वो मंडली है. അത് മറക്കി വെക്കപ്പെട്ടതാണ്, वो छिपा हुआ था അത് വെളിപ്പെടുത്തുന്നതും കൂടാണ്. और वो प्रकट भी हुआ है. ഇനിയും നമ്മൾ തോന്നുന്ന അതിനോടുള്ള ബന്ധത്തിൽ ഇത്രയും വിശദാംശം മതി എന്ന് ചിന്തിക്കും. നമുക്ക് അടുത്ത വാക്യം കൂടെ വായിക്കാം. और अभी मैं सोचता है कि इसके बारे में इतना कहना बहुत है करके मुझे लगता है. अगला वाक्य को भी पढ़ेंगे, मत्ती उसका 13 अध्याय का 45 45-46 मतलब 45-46 അതും ഈ കാര്യം തന്നെയാണ് പറയുന്നത്. वह भी यही बात को कहता है. 45-46 വായിക്കാം. उसका मतलब 45-46 भी पढ़ेंगे 13 अध्याय का. फिर स्वर्ग का राज्य एक व्यापारी के समान है जो अच्छे मोतियों की खोज में था. जब उसे एक बहुमूल्य मोती मिला तो उसने जाकर अपना सब कुछ बेच डाला और उसे मोल ले लिया.
അപ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ച അർത്ഥത്തിൽ 44-ാം വാക്യം നമ്മൾ മനസ്സിലായെങ്കിൽ ഈ വാക്യവും വ്യാഖ്യാനിക്കാൻ ഒരു വിഷമവുമില്ല. अगर हम अभी तक जो विचार किया उसका 44 वजन 44 वजन जैसे हमने जाना उसी प्रकार है, तो ये वजन को भी समझने के लिए कोई दिक्कत नहीं, വിലയേറിയ മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരി. क्योंकि एक मूल्यवान मोती ढूंढने वाला एक व्यापारी, അവിടെയും വായിക്കുന്നത് ആ മുത്ത് കണ്ടെത്തി താൻ സന്തോഷത്തോടെ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് അത് വാങ്ങിയെന്നാണ്. वहां पर भी हम देखते हैं कि उस बहुमूल्य मोती मिला तो उसने अपना सब कुछ बेच डाला और उसे उसको मोल लिया. തിരുവചനത്തിൽ എവിടെയെങ്കിലും കർത്താവിനെ വ്യാപാരി എന്ന് പറഞ്ഞിട്ടുണ്ടോ? पवित्र शास्त्र में कहीं भी यीशु मसीह को एक व्यापारी करके कहा है क्या? आपको याद है? കർത്താവിനെ വ്യാപാരി എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ്? मतलब प्रभु को एक व्यापारी करके कहां पर लिखा है? ഓക്കെ, ഞാൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. मैं आपको सवाल करके अभी तुरंत आप बताने के लिए आप मेरे सामने नहीं, इसलिए मैं आपको सवाल करके परेशान नहीं करता. ഞാൻ ഉത്തമഗീതം അതിന്റെ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ श्रेष्ठ गीत उसका 3रा अध्याय का छठवां वचन में അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. वहां पर बहुत क्लियर रीति में लिखा है श्रेष्ठ गीत 3रा अध्याय का 6 वचन. ഇവൻ ആരെ എന്നാണ് ചോദിക്കുന്നത്. ये कौन है करके वहां पर पूछता है. ഇവൻ ये कौन है? അവനെ കുറിച്ചുള്ള വിശദീകരണം കൊടുക്കുമ്പോൾ उसके बारे में जब उसके विवरण जब देता है उसका हिंदी में पढ़िएगा. ये क्या है जो धुएं की खंबे के समान, गंधरस और लबान के सुगंधित और व्यापार की सब भांति की बुनकी लगाए हुए जंगल से निकल आता है? देख ये सुलेमान की पालकी है, उसके व्यापारी. यह क्या है जो धुएं के खंबे के समान, गंधरस और लबान के सुगंधित और व्यापार की सब भांति की बुनकी लगाए हुए. यहाँ पर आपने देखा होगा 6 वचन की आखिरी भाग में वो व्यापारी की सब, मतलब वो व्यापारी कौन है? മൂറും കുന്തിരിക്കവും അതുപോലെ വിലപ്പെട്ട വസ്തുക്കളുമായിട്ട് വരുന്ന മരുഭൂമിയിൽ നിന്ന് വരുന്ന ഇവൻ मतलब उन्होंने गंधरस लोबान ये सुगंधित वस्तुओं को लेकर आने वाला, मरुस्थल से आने वाला ये कौन? യോസഫിനെ വിറ്റ് കളഞ്ഞത് ആർക്ക് വേണ്ടിയാണ്? जोसेफ को किसके लिए उन्होंने भेज डाला? ഇങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ വിറ്റ് നടക്കുന്ന വ്യാപാരികൾക്കാണ് യോസഫിനെ വിറ്റത്. इस प्रकार का सुगंधी वस्तुओं को भेज डालने वाला व्यापारियों को യോസഫ് को भेज डाला. കർത്താവ് ഭയങ്കര ധനികനാണ്. हमारा प्रभु बहुत धनिक है. നമ്മളും ഇല്ലെങ്കിലും അവനൊരു പ്രശ്നവുമില്ല. और हम नहीं है तो भी प्रभु के लिए कोई वादा नहीं. എത്രയോ കോടി വർഷം കർത്താവ് അത്യുന്നതയിൽ ജീവിച്ചവനാണ്. कितनी अनंत काल बीता हुआ, अनंत काल प्रभु अकेला में थे. പക്ഷേ നമ്മുടെ എന്തെങ്കിലും നന്മ കൊണ്ടാണോ അവൻ നമ്മളെ സ്നേഹിച്ചത്? क्या हमारे में कोई भलाई था इसलिए प्रभु ने हमसे प्यार किया? അവൻ നല്ലവനായതുകൊണ്ട് നമ്മുടെ താഴ്ചയിൽ നമ്മളോട് കരുണ തോന്നി. वो भला था इसलिए हमारे नम्रता में, हमारा शून्यता में प्रभु हमारे ऊपर दया किया. പക്ഷേ ഈ വ്യാപാരി അന്വേഷിക്കുന്ന മുത്ത. अरे तो ये व्यापारी क्या ढूंढता है? वो मूल्यवान मोती ढूंढता है. നമുക്ക് നേരത്തെ നമ്മൾ കണ്ടു, നമ്മൾ പണ്ട് നിക്ഷേപമൊന്നും ആയിരുന്നില്ല, പക്ഷെ നിക്ഷേപം ആക്കാൻ വേണ്ടി അവരുടെ വലിയൊരു രക്തം ഉപയോഗിച്ചു. हम पहले प्रभु के लिए एक मतलब मोती या मूल्यवान बात नहीं था, पर तो मूल्यवान बात बनाने के लिए प्रभु हमको ढूंढा. ഇവിടെയും മുത്ത് എന്ന് പറയുന്നത് വിലയേറിയതാണ്. अभी यहाँ पर भी ये जो मोती जो है वो बहुत मूल्यवान है. നോക്കുക, ഈ കർത്താവ് എത്ര നല്ലവനാണ്. നമ്മളെ നോക്കിയപ്പോൾ മുത്തൊന്നും അല്ല. हमको देखा तो हमको ये मोती नहीं, परंतु प्रभु कितना भला है इसलिए उसने हमें ढूंढा. നമ്മൾ നേരത്തെ 1 കൊരിന്ത്യർ 1:26 വായിച്ചതാണ്. ഒന്ന് വെറും നികൃഷ്ടനായിരുന്നു. हम लोगों ने अभी थोड़े समय पहले मतलब जब तीतोस 3:3 में लिखा था कि हम पहले निकृष्ट लोग थे. പക്ഷേ കർത്താവ് എന്ത് ചെയ്യാണ്? परंतु प्रभु ने क्या किया? വലിയ മുത്താക്കുകയാണ്. हमें मूल्यवान मोती बनाया. ഇവിടെ കർത്താവ് ആ വലിയ മുത്ത് അന്വേഷിക്കുകയാണ്. प्रभु यहाँ पर उस मूल्यवान मोती को ढूंढ रहा है. അപ്പൊ കർത്താവ് നമ്മളെ സ്നേഹിച്ചതും നമ്മളെ ഈ രീതിയിൽ അവനെ തിരഞ്ഞെടുത്തതും എല്ലാം കണ്ടിട്ട് നമ്മൾ അവനെ അന്വേഷിക്കുമ്പോൾ വലിയൊരു മുത്തായിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. देखिए प्रभु हमें ढूंढा, हमने प्रभु को नहीं ढूंढा. प्रभु ढूंढ कर हमको पाने के बाद हम प्रभु को ढूंढता है. इसका मतलब क्या है कि हम उस बहुमूल्य बात को ढूंढ रहा है. നമുക്കറിയാം വിലയേറിയ കല്ലുകൾ. हम जानते हैं कि मूल्यवान पत्थर. ഇവിടെ മുത്ത് സ്വർഗത്തിലുള്ള ഒരു കാര്യമാണ് മുത്ത്. यहाँ पर ये जो मूल्यवान सुलेमान या ये मोती एक स्वर्ग में बड़ा मूल्यवान बात है. ന്യൂ ജെറുസലേമിന്റെ പണിയിൽ മുത്ത് നമ്മൾ കാണുന്നുണ്ട്. और नया यरूशलेम की बांध काम में ये सुलेमान मोती के बारे में हम देखता है. ദൈവത്തിന്റെ ഒരു വലിയ പ്രശംസാ വിഷയമാണ് മുത്ത്. ये मोती या ये सुलेमान प्रभु का एक प्रशंसा का बात है.
എങ്ങനെ ഈ മുത്ത് ഉണ്ടാകുന്നത്? ये मोती कैसे बनता है? കടലിന്റെ അടിയിലുള്ള ഒരു മുത്തുച്ചിപ്പി, ഒരു ചിപ്പി, एक ये समुद्र के नीचे रहने वाला एक छोटा सा एक जीवी, അതിന്റെ വളരെ മൃദുവായ അതിന്റെ ശരീരത്തിൽ ഒരു മണൽത്തരി കൊള്ളുന്നു. जब उसकी शरीर बहुत कोमल है, उसमें मतलब जब पत्थर लग जाता है, അപ്പോൾ അതിലൊരു मुറിവുണ്ടാവും. उसमें एक घाव आता है. ആ മുറിവുണ്ടാകുമ്പോൾ നാക്കർ എന്ന് പറയുന്ന ഒരു ദ്രാവകം ആ മുറിവിൽ നിന്ന് പുറപ്പെടും. उस मतलब घाव के कारण वहां से एक प्रकार का एक मतलब पानी निकलते हैं. അത് ഈ മണലിലേക്ക് മൂടും. और वो पानी क्या करता है, जो उसके शरीर के साथ जो लगा हुआ उस जो पत्थर है उसको वो एकदम कवर कर देता है. എന്നിട്ട് പിന്നെയും ചുറ്റും. और वो वापस भी उस पत्थर को कवर करते रहता है. ഇങ്ങനെ ഈ ദ്രാവകം മുഴുവനും ഈ മണൽത്തരിയെ ഇങ്ങനെ ചുറ്റി കഴിയുമ്പോഴേക്കും, ഈ കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ മണൽത്തരി ഒരു മുത്തായിട്ട് മാറുകയാണ്. ये जीवी का यहाँ पर गाँव हुआ, उससे निकलने वाला उस मतलब द्रावक या पानी से ये पत्थर को बार बार उसको लिपटे रहता है. उसमें इस अवस्था में कुछ समय रहने के बाद में वो जो पत्थर है वो मूल्यवान मोती बन जाता है. അപ്പോൾ ഈ വിലയില്ലാത്ത മണൽത്തരി ആരായി തീർന്നു? अभी यहाँ पर इस जो ये पत्थर का ये टुकड़े को कोई मूल्य नहीं था. അതാണ് പത്രോസ് പറഞ്ഞത്. वो अभी क्या बन गया, बहुत मूल्यवान बन गया. वही बात को पत्रोस ने भी कहा. ഈ മുത്തുച്ചിപ്പി കർത്താവാണ്. ये जो मूल्यवान जो सुलेमान मोती जो है वो प्रभु यीशु मसीह है. നമ്മൾ അവരിൽ മുറിവുണ്ടാക്കി, और हमने उसको घाव किया, ആ മുറിവിൽ നിന്ന് ഒഴുകിയ ജീവജലം, और उस घाव से निकला हुआ जीवन का जल നമ്മുടെ ഈ ആയുസ്, ഈ 60-70 ആയുസ് കാലം സഭാജീവൻ നിന്ന് ചുറ്റിയാണ്. अभी हमारा ये 60-70-80 साल का जो मंडली जीवन में वो हमारे जीवन में पूर्ण रूप में वो लिपटा रहता है. ചുറ്റും തോറും വിലയേറുകയാണ്. जितना जितना वो लिपटा जाता है उतना उतना वो मूल्यवान बन जाता है. ഈ മുത്ത് വിലയേറിയതായി തീരുകയാണ്. ये जो मोती है और भी मूल्यवान बन जाता है. നോക്കുക, നമ്മുടെ കർത്താവ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. കറ ചുളുക്കം ഒന്നുമില്ലാതെ സഭയെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി ആ മുറിവ് ഏറ്റവനായി തീർന്നു. जब एफेसियों 5 अध्याय का 26-27 में हम देखते हैं कि मंडली को किसी प्रकार का कलंक या कुशुक्ति ना होते हुए, मतलब किसी प्रकार का दाग ना होते हुए उसको शुद्ध और निर्मल होने के लिए प्रभु ने हमारे लिए दिया. പ്രൈസ് ദി ലോർഡ്. हालेलुया. സഭ എത്ര വിലപ്പെട്ടതാണ്. मंडली कितना मूल्यवान है. അപ്പൊ ആ ജീവനാൽ പിന്നെയും നമ്മൾ ഇന്നും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. हमें अभी भी उससे अभी हम जब तक जिंदा है तभी भी प्रभु का वो प्रेम या उस पानी हमको लिपटे रहता है. നമുക്കറിയാം കയ്യനെ സംബന്ധിച്ചിടത്തോളം, हम जानते हैं कि कैन के बारे में, കയ്യനോട് ദൈവം പറഞ്ഞു, നീ ലോകം ചുറ്റുന്നവനാവും. हाँ, कैन को प्रभु ने बोला कि तुम दुनिया भर में भटकते रहेगा. നമ്മളും അങ്ങനായിരുന്നു. हम भी ऐसे थे. അങ്ങനെ നമ്മളെ കർത്താവ് രക്ഷിച്ച് ഈ അമൂല്യമായ മുത്താക്കിയപ്പോൾ ഇനി നമ്മൾ ലോകം ചുറ്റാൻ പോകരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിലെ പ്രതാപം ഇത് പിതാവിൽ നിന്നല്ല. अभी हम दुनिया में घूमने वाला नहीं रहना, क्योंकि प्रभु ने हमको बचाया. प्रभु ने बचाने के बाद में जैसे आंगों की अभिलाषा, शरीर की अभिलाषा, जीविका का घमंड, ये सारे बात तो प्रभु से नहीं. യെരൂശലേം പുത്രന്മാർ ചുറ്റും നിന്ന് രാപ്പകൽ ഈ പ്രിയനെ വർണ്ണിക്കുകയാണ്. यरूशलेम पुत्रियों ने इस प्रिय के बारे में हमेशा वर्णन, दिन रात वर्णन करते रहता है. നമ്മൾ ആരെയാണ് ചുറ്റുന്നത്? आज हमारे जीवन में हम किसको लिपटे रहता है? സാത്താൻ നമ്മളെ വഞ്ചിക്കും. शैतान हमें धोखा देगा. നീ ക്രിസ്തു തരുന്നതിനേക്കാൾ വലുത് ഞാൻ തരാമെന്ന് പറഞ്ഞ് വിശ്വാസിയെ വഞ്ചിക്കും. मसीह जो देता है उसे बढ़ करके मैं दूंगा बोल करके विश्वासियों को धोखा देगा. 2 कोरिന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് അത്ഭുതപ്പെടുകയാണ്. दूसरा कोरिन्थियों 11 अध्याय में प्रेषित पौलुस डरने लगता है. ക്രിസ്തുവിനെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കേണ്ട നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനെ വിട്ട് പോയാൽ നിങ്ങൾ വഷളായി, നിങ്ങൾ വിലയില്ലാത്തവരായി പോവും. वो इस बात में डरता है कि जो मसीह के साथ हमारा एकाग्र मन होना चाहिए उससे हमारे एकाग्रता कहीं बहक ना जाए. 11:3 में वो बात बोल के वो डरता है. യിരെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. यिर्मयाह 2:5 में हम ऐसा पढ़ता है, നിങ്ങൾ എന്നെ വിട്ട് നിങ്ങൾ പ്രയോജനമില്ലാത്തവരാകാൻ എന്നിൽ എന്ത് കുറ്റം നിങ്ങൾ കണ്ടു? तुम मुझको छोड़ करके उपयोगी ना बनने के लिए मेरे में तुम लोगों ने क्या गलती पाया? നിങ്ങൾ വ്യർത്ഥന്മാരായി തീരാൻ. तुम लोग व्यर्थ हो गया. നമ്മൾ 4-ാം സങ്കീർത്തനം വായിക്കുന്ന പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്നയാക്കി നിങ്ങൾ വ്യർത്ഥത അന്വേഷിക്കും. भजन संगीता 4 में पढ़ता है कि हे मेरे प्रियजनों, तुम लोग इस माया के पीछे कब तक ढूंढते रहोगे? എന്റെ മാനത്തെ നിന്നയാക്കിക്കൊണ്ട് मेरे उस सम्मान करने वाला बात को तुम लोगों ने निंदा किया.
ഒരു വിശ്വാസി ലോകത്തിലേക്ക് പോയാൽ എന്താ ചെയ്യുന്നത്? एक विश्वासी प्रभु को छोड़कर दुनिया में जाएगा तो प्रभु का दृष्टि में वो क्या काम करता है? ഇപ്പൊ ലോകജാതികളെ സംബന്ധിച്ചോളം അവർ ദൈവത്തിന്റെ മഹത്വത്തെ നിന്നയാക്കി ദൈവത്തിന്റെ മഹത്വത്തെ നാൽക്കാലി ഇഴജാതി അങ്ങനെയുള്ള വസ്തുക്കളോട് തുല്യമാക്കി കളഞ്ഞു. दुनिया के लोगों ने क्या किया? प्रभु को जानने के बाद में भी प्रभु को महिमा नहीं दिया. उन्होंने प्रभु को क्या किया? वो मूर्तों में बदल डाला. वो जानवर के रूप में, पक्षी के रूप में, रेंगने वाला जीव जंतु के बारे में बदल डाला. परंतु ऐसा अगर प्रभु के लोग प्रभु को ढूंढ कर जाएगा तो प्रभु को कितना निंदा होगा. നാം മുത്തായതിനു ശേഷം, हम जब वो मोती बनने के बाद, അല്ലെങ്കിൽ ആ ജീവനാൽ ചുറ്റപ്പെട്ടതിന് ശേഷം, हम उस जीवन पाने के बाद, वो जीवन हमें लिपटा देने के बाद, നാം നോക്കുന്നിടത്തെല്ലാം ക്രിസ്തുവിന് മഹത്വം കാണുകയാണ്. हम कहीं भी देखते हैं तो वो मसीह का महिमा को देखता है. അങ്ങനെയുള്ള നമ്മൾ ऐसा हम लोग നമ്മള് 4-ാം അധ്യായം അതിന്റെ സങ്കീർത്തനം 4:2 जब भजन संहिता 4 अध्याय का दूसरा वचन में, भजन संहिता 4 अध्याय का दूसरा वचन. हे मनुष्य के पुत्रों, हाँ। कब तक मेरी महिमा का अनादर होता रहेगा? तुम कब तक व्यर्थ बातों से प्रीति रखोगे और झूठी युक्ति की खोज में रहोगे? നോക്കുക, അവിടെ നോക്കുക, നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. हाँ, तुम लोग ढूंढ रहा है. കർത്താവിലേക്ക് വന്നു, സഭാജീവിതത്തിലേക്ക് വന്നു. കർത്താവ് ഇത്ര വലിയ മൊത്താക്കി, ദൈവം കർത്താവ് എത്രമാത്രം നിക്ഷേപമാക്കി തീർത്തു. എന്നിട്ടും मंडली जीवन में आया, प्रभु ने आपको बहुत बड़ा मूल्यवान मोती बनाया. इसके बावजूद भी അവരോട് കർത്താവ് പറയുകയാണ്, उनको प्रभु बोलता है, ഇനിയും നാം ലോകത്തിലേക്ക് പോയാൽ अभी भी अगर हम दुनिया की ओर जाए, എന്റെ മാനത്തെ നിന്ദിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. तुम मेरे उस महिमा को अनादर करता है. ഒരു ലോക മനുഷ്യനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. കാരണം ഒരു പാപിയെ സംബന്ധിച്ചോളം അവനെ ആ മഹത്വത്തിലേക്ക് വന്നില്ല. एक दुनिया के व्यक्ति के बारे में, एक भावी के व्यक्ति के बारे में उन्होंने वो महिमा में नहीं आया. അപ്പൊ ദൈവം അന്വേഷിച്ച് കണ്ടെത്തിയ ഈ നിക്ഷേപം അല്ലെങ്കിൽ ഈ മുത്ത് ഇനി ദൈവത്തെ അന്വേഷിക്കണമെന്നാണ് നമ്മുടെ ഊഴം. അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. परंतु जो व्यक्ति उधार पाया, वो लोगों की जो मतलब जिम्मेवारी क्या है? अभी हम प्रभु की महिमा ढूंढना चाहिए, वो हमारी जिम्मेवारी है. കാരണം ലോക മനുഷ്യന് കിട്ടുന്ന ധാന്യവും വീഞ്ഞും വർദ്ധിച്ചാലും അധികം സന്തോഷം നീ എന്നെ കൃതി തന്നു അതിന്റെ 7-ാം വാക്യം. क्योंकि वही भजन संहिता 4 का 7 में हम लोग पढ़ते हैं कि जो दुनिया के लोगों को अन्न और धातु मधु की बढ़ोतरी से हुआ, उसे बढ़कर के आनंद तूने मेरे दिल में दिया. കർത്താവ് നമ്മളെ വിളിച്ചത്, प्रभु ने हमको जो बुलाया, തെരഞ്ഞെടുത്തത്, हमें जो चुना, നമ്മളെ അമൂല്യമായ നിധിയാക്കി തീർത്തത്, हमें वो मूल्यवान मोती बनाया, നമ്മളെ മുത്താക്കിയത്, हमें जो मोती बनाया, എപ്പോഴും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ ഹൃദയാംഗമായ ജീവനായി തീർന്നത്, हम जो प्रभु हमें देखते रहता है, प्रभु का दिल की एक तो मनोहर वस्तु बना. ഇതൊക്കെ നമ്മൾ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിലുള്ള മനുഷ്യന്റെ ധാന്യവും വീഞ്ഞും നിറച്ചതിൽ അധികം സന്തോഷം ഒഴുകുക. ये सब बात जब हम देखता है तो दुनिया के लोगों को अन्न और धातु मधु की बढ़ोतरी में मिलने वाला आनंद से बढ़कर के आनंद से हमारा दिल उमड़ता है. പക്ഷേ വിശ്വാസികൾ പലപ്പോഴും ആസാഫിനെ പോലെ ആകാറുണ്ട്. परंतु बहुत बार आसाव के जीवन में जो धोखा हुआ, ऐसा मेरे विश्वासी लोग भी धोखे में गिर जाते हैं. എന്റെ കാലുകൾ ഇടറി. मेरा पाव ठोकर खाया. എന്ത് കണ്ടിട്ടാ? क्या देख करके? ലോകത്തിലുള്ള മനുഷ്യന്റെ ഇത് കാണുമ്പോൾ അവൻ ആ കാലിടറി. दुनिया की दुष्टों का पुष्टि देख करके उनको ठोकर लगा. ദൈവം നമ്മളെ അത് കാണാനാണ് വിളിച്ചത്. क्या परमेश्वर ने हमको दुष्टों का पुष्टि देखने के लिए बुलाया क्या? ക്രിസ്തുവിന്റെ മഹത്വം കണ്ടുകൊണ്ടേയിരിക്കാനാണ്. प्रियो, हम प्रभु की महिमा देखते रहने के लिए बुलाया. നമ്മളെ കാലിടറുന്നെങ്കിൽ, अगर हमारा पाव ठोकर खाता है तो, പിന്മാറ്റത്തിലേക്ക് പോകുന്നെങ്കിൽ, अगर हम पीछे बाइसलर होता है तो, ശത്രുവിന്റെ വഞ്ചനയിലാണ്. अगर हम वो व्यक्ति शैतान की धोखे में हैं. ഇനി സുവിശേഷം കൊണ്ട് തന്നെ ഈ സാത്താൻ വഞ്ചിക്കും. കാരണം ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ നിങ്ങൾ വിട്ടു അതിലേക്ക് പോകുന്നതാണ് സാത്താൻ നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നതെന്ന് 2 Korinത്യർ 11-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. प्रियो, एक बात जानना, सुसमाचार के द्वारा भी शैतान हमें धोखा दे सकता है करके 2 Korinथियों 11 अध्याय का 4 से हम पढ़ता है. നമുക്ക് എല്ലാം ഉണ്ട്. हमें सब कुछ है. നമ്മുടെ നിധി ക്രിസ്തുവാണ്. हमारा धन हमारा प्रभु यीशु मसीह है. കാരണം ഒരു കണ്ണിന് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഒരു ചെവിക്ക് കേൾക്കാൻ കഴിയാത്ത അമൂല്യമായ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി കർത്താവ് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. प्रियो, जिसकी आंखों में नहीं देखा, जिसके कान में नहीं सुना, किसकी चित्त में नहीं चढ़ा, ऐसा महान कार्य प्रभु हमारे लिए रखा है. ഈ സഭ ഇപ്പോഴും ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഗുപ്തമാണ്. प्रियो, अभी भी प्रभु का मंडली दुनिया का दृष्टि में गुप्त है. അവിടെ നമ്മളെ 86-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, നിന്റെ ഗുപ്തന്മാർ, നീ മറച്ചു വെച്ചിരിക്കുന്ന നിന്റെ ഗുപ്തന്മാർ. मतलब 86 भजन संहिता में हम लोग पढ़ता है, 86 भजन संहिता में तुमने छिपाया हुआ अपनी पवित्र लोग. അപ്പം കർത്താവ് നമ്മളെ മറച്ചു വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകം നോക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ഒന്നും കാണത്തില്ല. मतलब प्रभु हमको छिपा कर रखा है, इसलिए दुनिया देखेगा तो हमारे पास कुछ भी नहीं दिखेगा. 83-ാം സങ്കീർത്തനം, 83 भजन संहिता में 83-ന്റെ 3-ാം വാക്യം, 83 का 3.
അതിന്റെ ബി പാർട്ട് വാങ്ങിച്ചാൽ നിന്റെ ഗുപ്തന്മാർ मतलब जो लोग जो विरुद्ध युक्तियों निकालते हैं और तेरी रक्षित लोग के विरुद्ध युक्ति निकालते हैं। നമ്മൾ ആരാന്ന് ലോകത്തിന് അറിയാമോ? हम कौन है करके क्या दुनिया जानता है? അവർ നമ്മൾ ഉപദ്രവിച്ചിരിക്കും. वो लोग हमेशा ऐसे सताएंगे. നമ്മൾ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ എന്താ കാണുന്ന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം. पहला यूहन्ना 3 अध्याय का पहला वचन में हम क्या पढ़ता है? देखो हम परमेश्वर की संतान कहलाने के लिए पिता ने हमसे कितना बड़ा प्रेम दिया. നാം അങ്ങനെ ആവുന്നു. हम ऐसा ही है. പക്ഷേ ലോകം നമ്മളെ അറിയുന്നില്ല. परंतु दुनिया हमको नहीं जानता. നമ്മുടെ കർത്താവിനെ അറിയുന്നില്ല. वो प्रभु को भी नहीं जानता. എന്നാൽ നമ്മൾ കർത്താവിനെ അറിയുന്നു. परंतु हम प्रभु को जानता है. കർത്താവ് നമ്മളെ അറിയുന്നു. प्रभु हमको जानता है. കർത്താവ് നമ്മളെ അന്വേഷിച്ചു. प्रभु हमें ढूंढा. ഇനി നമ്മൾ കർത്താവിനെ അന്വേഷിക്കണം. अभी हमारा काम हम प्रभु का खोज में लगा रहना. നമ്മൾ സദൃശവാക്യം 15:24 എന്താ വായിക്കുന്നത്? ഇപ്പൊ നീതിവചൻ 11:24 में हम क्या पढ़ता है? ബുദ്ധിമാന്റെ വഴി, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്റെ വഴി മുകളിലോട്ടാണ്. हाँ, जो बुद्धिमान व्यक्तियों का मार्ग हमेशा ऊपर जाता है. ആരാണ് ബുദ്ധിമാൻ? बुद्धिमान कौन है? ദൈവത്തെ അന്വേഷിക്കുന്നത്. जो प्रभु का खोज में लगा നമ്മൾ रहता है. ആദ്യമേ ചിന്തിച്ചു, നമ്മൾ ആദ്യമേ ദൈവത്തെ അന്വേഷിച്ചവരല്ല. पहले हमने ये बात को देखा, हम पहले प्रभु को नहीं ढूंढा, ദൈവമാണ് നമ്മളെ അന്വേഷിച്ചത്. परंतु प्रभु हमको ढूंढ कर आया, നമ്മളെ വിലയുള്ളവരാക്കി. हमें मूल्यवान बनाया. ഇങ്ങനൊക്കെ ചെയ്തു തീർത്തതിന്റെ നന്മ നമ്മൾ അന്വേഷിക്കുകയാണ്. प्रियो, ऐसा हमको बनाया हुआ वो परमेश्वर की भलाई को हम ढूंढता है. പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ സമയം, ഈ ലോക്ക്ഡൌൺ പീരീഡ് ദൈവത്തെ അന്വേഷിക്കാനുള്ള സമയം ദൈവം ഉണ്ടാക്കി തന്നതാണ്. हाँ, जब हम इस कोविड पीरियड में ये समय प्रभु ने हमें बना कर दिया है. അപ്പോൾ സഭ ബഹുമൂല്യമാണ്. इसका मतलब मंडली प्रभु के दृष्टि में बहुमूल्य है. അവൾ മുത്താണ്. वो मोती है. അവൾ ഭൂമിയിലെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത നിക്ഷേപമാണ്. इस दुनिया में कोई भी नहीं समझ सकता ऐसा परमेश्वर का एक छिपा हुआ धन है. ആ നിലയിൽ നമുക്ക് ഞാനും അതിലൊരു അംഗമാണ്, എന്നെയും അങ്ങനെ ആക്കി തീർത്തല്ലോ എന്നുള്ള ആ വലിയ നന്ദി നിറഞ്ഞ ഹൃദയം, അതേ ഹൃദയത്തിൽ കർത്താവ് ഒരു പാടിയും അവനെ ആത്മാവിൽ നിറയുമ്പോൾ ഇതിന്റെ പാട്ടിങ്ങനെ വരും. इस प्रीति में हमारा हृदय में जब हम इन बातों को अगर हम ध्यान करते रहेगा तो ओ प्रभु, मैं एक अयोग्य पात्र था, प्रभु मुझे योग्य बनाया, उस रीति में एक गीत आपका दिल से उगेगा. പൗലോസും ശീലാസും തടവിലായിരുന്നപ്പോൾ പാടി സ്തുതിച്ചത് അതുകൊണ്ടാണ്. आपको मालूम है ना, पौलुस और सीलास बंदी गृह में इतना मार खा करके पड़े थे, तभी भी उन्होंने क्यों गाया? यही उनका ध्यान इस कारण. അവരെ ആ കാരാഗൃഹത്തിൽ നിന്ന് രക്ഷിക്കാനല്ല അവർ പ്രാർത്ഥിച്ചത്. वे लोगों ने उस बंदी गृह से छुटकारा पाने के लिए उन्होंने गीत नहीं गाया, प्रार्थना नहीं किया. അവർ ആത്മാവ് നിറഞ്ഞ കർത്താവ് അവരെ രക്ഷിച്ചതെല്ലാം പാടി സ്തുതിക്കുകയായിരുന്നു. वे लोग सिर्फ प्रभु तेरे लिए इतना अच्छा मार खाना पड़ा, मैं हम लोग को इतना योग्य बनाया, ये बात बोलकर आभारी होकर के वो लोग गीत गा करके प्रभु को महिमा कर रहा था. ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം. ദൈവമേ അവർ എപ്പോഴും നിന്റെ മുമ്പിൽ ജീവിക്കും. प्रियो, इस विजय का महत्व जानने वाले लोग धन्य हैं, क्योंकि वो हमेशा तेरी उपस्थिति में जीवन बिताएगा. നമുക്കുള്ളതെല്ലാം നമ്മുടെ ക്രിസ്തുവിന്റെയാണ്. प्रियो, हमारे पास जो कुछ भी है वो सब प्रभु का है. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ജയവും ക്രിസ്തു. നമ്മുടെ കർത്താവാണ് ജയാളി. അവൻ ജയിച്ചവനെങ്കിൽ നമ്മൾ ജയിച്ചവരാണ്. प्रियो, हमारा विजय हमारा खुद का नहीं, वो प्रभु का विजय, प्रभु का विजय हमारा विजय है. പ്രൈസ് ദി ലോർഡ്. प्रेज़ द लॉर्ड. നമുക്ക് ഘോഷിക്കാം. हम इस बात को घोषणा करें. അരെ നമ്മൾ കാണുന്നുണ്ട് ഉത്തമഗീതത്തിലെ ഒരു സ്ത്രീ മരുഭൂമിയിൽ നിന്ന് വരുന്ന ഇവളാണ്. उस मरुस्थल से होकर के चलने वाला वो कौन है करके श्रेष्ठ गीत में पूछता है. അവളുടെ कയ്യിൽ ഒരു കൊടിയുണ്ട്. उसके हाथ में एक झंडा है. ആ കൊടി മടക്കി വെച്ചിരിക്കുകയല്ല. वो झंडा को उन्होंने मतलब फोल्ड करके नहीं रखा, അവൾ ഉയർത്തി പിടിച്ചുകൊണ്ട് പറയുകയാണ്. उसको एकदम फैलाते हुए वो कहता है. അവളെ കണ്ടിട്ട് സ്വർഗം പറയുകയാണ്, ഇവളാ. उसको देख करके स्वर्ग गवाही देता है, ये कौन? ഒരു ആർമി. एक बहुत बड़ा सेना. സൂര്യനേക്കാൾ അത് നിർമ്മലയായിരിക്കുന്ന, ചന്ദ്രനേക്കാൾ പവിത്രമുള്ള ഈ ആർമി. सूर्य से भी महिमा भरा हुआ, चंद्रमा से भी चमकने वाला. നമ്മളത് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ये बात हम प्रकाशित वाक्य में भी पढ़ता है. രക്തം തളിച്ച ഉടുപ്പ് ധരിച്ച കർത്താവിനോട് കൂടെ ഒരു സ്വർഗത്തിലെ സൈന്യം പുറപ്പെട്ടു. जब लघु छिड़का हुआ वस्त्र पहना हुआ एक सेना प्रभु के साथ निकला. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. प्रभु हमें बहुत आशीष दे, प्रभु का नाम को महिमा मिले, प्रभु का अनुग्रह आप सबके साथ. आमीन.